പ്രണയം, വിവാഹം എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ റെയിൽവേ പോലെയാണ്. പോകാൻ ഉദ്ദേശിച്ച വണ്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയ വണ്ടിയിൽ കയറി അങ്ങ് പൊക്കോളണം. കല്യാണം കഴിഞ്ഞ ഭർത്താവിനെ വിട്ടുകളയരുത്. പെൺപിള്ളാരും പറഞ്ഞോട്ടോ, ആൺപിള്ളാരും കല്യാണം കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയും കൊണ്ട് എല്ലായിടത്തും കറങ്ങാൻ പോണം. കണ്ണടച്ച് സ്നേഹിച്ചോണം കല്യാണം കഴിഞ്ഞാൽ. പിന്നെ അപ്പൊ ഏവനെങ്കിലും ചാണകക്കുഴി വീണിട്ട് ഫോട്ടോ എടുത്ത് ചാണകക്കുഴി. എന്താ ചോദ്യം? ആരെയാണ് സ്നേഹിക്കേണ്ടത്? സ്വന്തം ഭാര്യ, സ്വന്തം. അപ്പൊ ആരെ സ്നേഹിക്കണമെന്ന് പഠിച്ചു. എപ്പോൾ മുതൽ ഈ പരിപാടി തുടങ്ങുമെന്ന് പഠിച്ചു. സന്തോഷമായല്ലോ. പ്രേമം സമം പ്രേമം സമം പ്രേമം സമം പ്രേമം സമം വ്യഭിചാരം. നല്ല ചൂടുണ്ട്. വേറെ ആർക്കുറങ്ങാം? മിക്കവാറും ഉറങ്ങാമെന്ന് വിചാരിച്ചു വരുന്ന ഉച്ചയ്ക്ക് ശേഷമുള്ളവരുടെ ഉറക്കം കളയുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട പണി. പിന്നെ ഇന്നിനി നിങ്ങൾ ഇപ്പം കേൾക്കാൻ പോകുന്ന സെഷൻ നിങ്ങൾ ജന്മത്തിൽ ഉറങ്ങത്തില്ല. ഇത് കേട്ടാൽ നിങ്ങളുടെ ഉറക്കം കെടുക്കുന്ന ഒരു സെഷനാണ്. ഇവിടെ ചിത്രത്തിൽ 4 പേരിരിക്കുന്നുണ്ട്. ഈ ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? എന്താണ്? സൗഹൃദം. വേറെന്തോ പറഞ്ഞു? മഴ പെയ്യുന്നോ? ഇല്ല. ഓക്കെ, സൗഹൃദം. സൗഹൃദം. അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഇതില് നിങ്ങളുടെ ചെറുപ്രായം മുതൽ തന്നെ കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള പല സയൻസ് ഉണ്ട്, ലോഗോസ് ഉണ്ട്. ഇതേതാണ്? സ്റ്റാർബക്സ്. ഇതെന്താണ്? വെരി ഗുഡ്. ഇതെന്താണ്? ഒരു പിടുത്തമില്ല. ടെസ്ല. ഇതെന്താണ്? ആറ്റ്. ഇതെന്താണ്? അറിയത്തില്ല, കുഴപ്പമില്ല. ഇതെന്താണ്? ഷെവർലെറ്റ്. ഇതെന്താണ്? വാവ്. ഇതെന്താണ്? ഗുഡ്. ഓക്കെ, മാക്ഡൊണാൾഡ്സ്. ഇതെന്താണ്? ഒരു പിടുത്തമില്ല. ഇതോ? ഇതോ? ഒരു പിടുത്തമില്ല. ഇതോ? ഗൂഗിൾ. ഇതോ? ഷെൽ. ഇതിൽ നിങ്ങൾ ഏറ്റവും ചെറിയ പ്രായം മുതൽ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് വരയ്ക്കുകയോ പെൻസിലൊക്കെ ഇട്ട് ഇങ്ങനെ വരയ്ക്കുകയൊക്കെ ചെയ്ത സൈന് അല്ലെങ്കിൽ ലോഗോ ഏതാണ്? ലവ്. ഇനി ഇതിങ്ങനെ മാത്രമാണോ വരഞ്ഞത്, അതോ വേറെ എന്തെങ്കിലും അതിനകത്തൂടെ മറ്റേ ശൂലം കയറ്റിയിട്ട് ഉണ്ടോ ഇല്ലയോ? അതാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്നത്. എങ്ങനെ? അത് തന്നെ, എങ്ങനെ ശൂലം കയറ്റാം. ശരി. അപ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ കലാലയങ്ങളിൽ പോകുമ്പോൾ കൗമാരക്കാർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന, ചിന്തിക്കുന്ന വിഷയം ഏതാണ് ഈ പ്രായത്തിൽ ഉള്ളത്? പറ. ഈ പ്രായത്തില് വെറുതെ ഓപ്ഷൻ തരാം. മതം, ആത്മീകം. ഈ പ്രായത്തില് ക്ലാസ്സിലിരിക്കുമ്പോൾ സാർ ഒരു പീരീഡ് വരാൻ താമസിച്ചു. ഉടനെ നിങ്ങൾ വരീനടാ, നമ്മുടെ ആത്മീക ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് വരീനടാ എല്ലാവരും. നമ്മൾ ആരെങ്കിലും ഇല്ല. ബി, രാഷ്ട്രീയം. നമ്മുടെ ഇന്ത്യയുടെ പോക്ക് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പോക്ക് ശരിയല്ല. വരീനടാ, ചർച്ച ചെയ്യാടാ, ഇന്ത്യയെ എങ്ങനെ സ്വാതന്ത്ര്യത്തിലോട്ട് കൊണ്ടുവരാം. നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യോ? ഇല്ല. പഠനം. ക്ലാസ്സിൽ സാറ് വരാൻ താമസിച്ച കാരണത്താൽ നിങ്ങൾ ആരെങ്കിലും
എടാ വരീനടാ, ഇന്നലത്തെ നോട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വേടാ ഇങ്ങോട്ട്. നമ്മൾ ആരെങ്കിലും ഇല്ല ഇല്ല ഡി സാറ് ക്ലാസ്സിൽ വരാൻ താമസിച്ചാലും വന്നാലും ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴും നമ്മൾ അടുത്തിരിക്കുന്നവൻ്റെ പറയും, എടാ ഇന്നലെ അവൾ എന്നെ നോക്കിയടാ. പെമ്പിള്ളരാണെങ്കിൽ പറയും, എടി ഇന്നും അവൻ എന്നെ നോക്കിയിട്ടേ എൻ്റെ അടുത്ത് സ്നേഹമെന്ന് പറഞ്ഞു. എടി നീ ഒരു അഭിപ്രായം പറ, ഞാൻ വീഴണോ വേണ്ടയോ? രാത്രി വീട്ടിൽ പോയിരിക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും പല്ല് തേക്കുമ്പോഴും ഏത് ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിക്കുമ്പോഴെല്ലാം മനസ്സിൽ മുഴുവൻ ചിലപ്പോൾ ചിന്ത ഇതായിരിക്കും: പ്രേമം, ലൈംഗികത, വിവാഹം. തള്ള കേൾക്കേണ്ട വിഷയം അടിച്ചു പൊളിച്ചു. നേരത്തെ ഇന്നലെ എടുക്കേണ്ട ക്ലാസ് ആണോ അല്ലയോ? നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ട വിഷയം അതാ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഉറക്കം ഇതോടെ പോയി കിട്ടും ഈ ക്ലാസ് കേട്ടാൽ. ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ പ്രേമത്തെക്കുറിച്ച് വളരെ വളരെ വ്യത്യസ്തമായ ചിന്താഗതികളാണ്. ഒന്ന്, സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു സാധനമാണ്: ഒരു പെൺകുട്ടിയുടെ സ്നേഹം കിട്ടാനായി രണ്ടുപേര് പുറകെ നടന്നു. ഒരുവൻ വിജയിച്ചു, മറ്റവൻ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടവന് സമയം നഷ്ടമായി, വിജയിച്ചവന് അവൻ്റെ ജീവിതവും നഷ്ടമായി. ശരിയാണോ എങ്കിൽ കൈയടിച്ചാൽ മതി. ഇനി വേറൊരു സാധനം സാമൂഹ്യ മാധ്യമങ്ങളൊന്ന്, സൗന്ദര്യം നോക്കി ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് പെയിന്റ് നോക്കി വീട് വാങ്ങുന്ന പോലെയാണ്. വെരി ഗുഡ്. ഈ കയ്യടി ക്ലാസിന്റെ അവസാനം വരെ എനിക്ക് വേണം. വേറെ ചിലർ പറയുന്നത് പ്രണയം, വിവാഹം എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ റെയിൽവേ പോലെയാണ്. പോകാൻ ഉദ്ദേശിച്ച വണ്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയ വണ്ടിയിൽ കയറി അങ്ങ് പൊക്കിയോളണം. വേറെ ഒരു ക്ലാസ്സിന് ശ്രദ്ധിച്ചിരിക്കാത്ത എല്ലാ പിള്ളേരും ഇത്രയും ശ്രദ്ധിച്ചിരുന്ന വേറൊരു ക്ലാസ് ഇല്ല. അടുത്തത്, ആൺപിള്ളേർ അമ്മമാരെ ഒത്തിരി സ്നേഹിക്കാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഉത്തരം: ജീവിതത്തിൽ അവരെ ചതിക്കാത്ത സ്ത്രീ ജന്മം അത് അമ്മ മാത്രം. അടുത്തത്, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ്. പ്രണയത്തിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്നത് ബോയ്സ് ആണോ ഗേൾസ് ആണോ? ആരാണ്? ഗേൾസ്. അപ്പോൾ അനുഭവം കൊണ്ട് ഗേൾസ് പറയുന്നു ഗേൾസ് ആണെന്ന്. ബോയ്സ്, ബോയ്സ്. ശരി. ഇനി വേറെ ചിലത്, പ്രണയം തേങ്ങയാണ്, അതിൻ്റെ വെള്ളം കുടിക്കാൻ നല്ലതാണ്, കറികളിൽ ചേർത്താൽ നല്ല രുചിയാണ്, പക്ഷെ തലയിൽ വീണാൽ ജീവിതം പോയി. ഇതൊക്കെയാണ് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ ഈ പ്രായത്തിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ പ്രേമം പോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമെങ്കിലും അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എങ്കിലും. ഇവിടെ ഒരു ചിത്രം ഞാൻ കാണിക്കുകയാണ്. എന്താണ് നിങ്ങൾ കാണുന്നത്? ഒരാൾ ഗുഡ് എന്ന് പറയുന്നു, അടുത്ത ആൾ ഈവിൾ എന്ന് പറയുന്നു. ഒരേ ചിത്രം, രണ്ടുത്തരങ്ങൾ. ഒരാൾ ഗുഡ് എന്ന് പറയുന്നു, ഒരാൾ ഈവിൾ എന്ന് പറയുന്നു. ശ്രദ്ധിച്ചോണം മക്കളെ, ശ്രദ്ധിച്ചോണം. ഈ പ്രായത്തിൽ ഗുഡ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യങ്ങളുടെ ഉള്ളിലും ചിലപ്പോൾ ഈവിൾ കണ്ടേക്കാം.
നേരത്തെ നിങ്ങൾ കൈയടിച്ച് ആഘോഷിച്ച സാമൂഹിക മാധ്യമങ്ങളിൽ കാണുന്ന പ്രേമത്തെക്കുറിച്ചുള്ള ഓരോ ചിത്രങ്ങളും ഒരു ഭാഗത്ത് ഗുഡായിട്ട് ചിന്തിക്കുമ്പോൾ മറുഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ പല ഈവിളുമുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് വേണ്ടേ. അതിൻ്റെ ഈവിള് മറുഭാഗം പത്രത്തിൽ വന്ന ഒരിതാണ്, കട്ട് ചെയ്ത് ഞാൻ വച്ചിരിക്കുകയാണ്. കാമുകന്റെ വീട് കണ്ടപ്പോൾ യുവതിക്ക് പ്രേമം മതിയായി. അവളുടെ പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ വാ, നീ പെട്ടിയെടുത്ത് വാ. ഇവള് രാവിലെ പെട്ടിയെടുത്ത് കുളിച്ചൊരുങ്ങി നേരെ വീട്ടിൽ പോയി. വീട് പോയി നോക്കിയപ്പോഴാണ് അന്തം വിട്ടുപോയത്. ബംഗാളിയുടെ വീട് പോലെ ഒറ്റ റൂം, അതിനകത്ത് തന്നെ കിച്ചൺ, ആ റൂമിനകത്ത് തന്നെ ബെഡ്റൂം, അതിൻ്റെ സൈഡിൽ ഒരിടത്ത് മാറി ഒരു യൂറോപ്യൻ. അന്നിവൾ അപ്പോഴാണ് മനസ്സിലായത് തേപ്പായി പോയെന്ന്. ഇതാണ് സത്യം. നേരത്തെ നമ്മൾ കണ്ടതെല്ലാം മിഥ്യ. സത്യം ഇതാണ്. ഇത് പഴയ ഒരു ചിത്രമാണ്. എല്ലാ ദിവസത്തെയും പത്രങ്ങൾ മക്കളെ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. ഇന്നു മുതൽ നിങ്ങൾ വീട്ടിൽ പോയതിനു ശേഷമുള്ള ദിവസങ്ങൾ എല്ലാ പത്രം എടുത്ത് വായിച്ചു നോക്ക്. എല്ലായിടത്തും ഈ പ്രേമം എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം ചതിവ്, വഞ്ചന, ദുർമരണങ്ങൾ ഉറപ്പാണ്. ഇനി വേറൊരു ഇതെനിക്ക് ദൈവം തന്ന ശിക്ഷയാണ്. ഒരു പെൺകുട്ടി പ്രേമിച്ച് നടന്ന് മാതാപിതാക്കന്മാർ പലവട്ടം, അവൾ പറയാണ്, പലവട്ടം എന്നോട് പറഞ്ഞതാണ് അച്ഛനമ്മമാർ ഇതിൽ പോയി ചാടരുതെന്ന്. പാസ്റ്റർമാർ വീട്ടിൽ വന്ന് കണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അതൊന്നും കേട്ടില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഒടുവിൽ അവസാനം രണ്ടാമത്തെ ദിവസം മുതൽ, ഞാൻ ഇറങ്ങിപ്പോയ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം മുതൽ എന്നെ ഭക്ഷണം തരത്തില്ല, എന്നെ അടിക്കാൻ തുടങ്ങി. സിസർ വലിച്ചിട്ട് അതിൻ്റെ കുറ്റി കഷണങ്ങൾ ശരീരത്തിലൊക്കെ വെച്ച് മുറിവുണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ കരയുമ്പോൾ ചെറിയ തുണിയെടുത്ത് വായ്ക്കകത്തോട്ട് തിരികെ കയറ്റിയിട്ട് ശബ്ദം പുറത്തു വരാതിരിക്കാൻ എന്നെ മർദ്ദിക്കുമായിരുന്നു. ഒരു പെൺകുട്ടി പറഞ്ഞതാ, ഒറിജിനലാ, സത്യമാ. വേറൊന്ന്, കമിതാക്കൾ കടലിൽ ചാടി. ഈ രണ്ട് പയ്യനും പെൺകുട്ടിയും കൂടെ തീരുമാനിച്ചു, മാതാപിതാക്കന്മാർ നമ്മളെ ഇനി ജീവിക്കാൻ അനുവദിക്കത്തില്ല, സമൂഹം നമ്മളെ കളിയാക്കും, പള്ളിയിൽ നിന്ന് പുറത്താക്കും. ഒരു കാര്യം ചെയ്യാം, ഈ പയ്യനും പെൺകുട്ടിയുടെ എന്തെന്നറിയാമോ, നേരെ പാലത്തിന്റെ മുകളിൽ പോയി ഒരൊറ്റ ചാട്ടം, രണ്ടുപേരും ചാടി. കാമുകന്റെ മൃതദേഹം കിട്ടി, പയ്യന്റെ മൃതദേഹം കിട്ടി. പെൺകുട്ടിയുടെ വീട്ടുകാർ കാത്തിരിക്കുകയാണ്. ഈ പയ്യന്റെ മൃതദേഹം 3 ദിവസം കഴിഞ്ഞ് വയറും പൊങ്ങി കണ്ണും ചാടി ആളുടെ മൃതദേഹം കിട്ടി. കടലിൽ ചാടിയ പയ്യന്റെ മൃതദേഹം. പെൺകുട്ടി നീന്തി കരയ്ക്ക് കയറി. അവക്ക് അവാർഡ് കൊടുക്കണ്ടേ? വർഷങ്ങളോളം പ്രേമിച്ചിട്ട് കൂടെ ഉള്ളവൾക്ക് നീന്താൻ അറിയാമോ എന്ന് പോലും പരിശോധിക്കാൻ പറ്റാത്ത കാമുകൻ ഇങ്ങനെ ചത്തു പൊങ്ങിയില്ലെങ്കിൽ അതിശയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തേപ്പ് പെൺപിള്ളേർക്ക് മാത്രമല്ല ആൺപിള്ളേർക്കും കിട്ടും, സൂക്ഷിച്ചോണം. ഭയങ്കര ചാകാൻ നിന്ന പാർട്ടിയാണ്. എടാ, ചാകാനായിട്ട് നിന്നപ്പോഴെങ്കിലും ആ പെൺകുട്ടിക്ക് ഒരു വാക്ക് പറഞ്ഞൂടെ? ചേട്ടാ നീന്താൻ അറിയാമോ? എനിക്ക് നീന്താൻ അറിയാം, ഞാൻ രക്ഷപ്പെടുവേ. ഒരു വാക്ക് പറഞ്ഞില്ല അവള്. അവനെ കൊണ്ട് ചാടിപ്പിച്ച് ഉള്ള വെള്ളമെല്ലാം കുടിപ്പിച്ച് അവൻ താണ്ട ചത്തു പൊങ്ങി 3-ാം ദിവസം കിടക്കാണ്. ഇവള് കൂളായിട്ട് സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ടതുപോലെ ചാടി എഴുന്നേറ്റ് ഭയങ്കര രസമായിട്ട് നടപ്പാണ്. നമ്മൾ ഇന്ന് പ്രേമമെന്ന് പറഞ്ഞ് നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ കാണുന്ന ഈ സംവിധാനത്തിന്റെ പിന്നിലെ യഥാർത്ഥ ചുരുള് ഇന്ന് ഞാൻ അഴിച്ച് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ദ ഒറിജിനൽ ട്രൂത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്തിനാണ് ഈ ക്ലാസ്? ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചതിന്റെ പിന്നിലെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇവിടെ ഒരു ഹൃദയം നിങ്ങൾക്ക് കാണാം. ഒരു ഹൃദയം ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് 7-ാം ക്ലാസ്സിൽ വെച്ച് ഒരുത്തൻ ഹൃദയത്തിനകത്തോട്ട് കയറി തേച്ചിട്ട് പോയതിൻ്റെ ചെറിയൊരു വേദന. 10-ാം ക്ലാസ്സിലെത്തിയപ്പോൾ വേറൊരുത്തൻ ഹൃദയത്തിലോട്ട് കയറി തേച്ചു, അവൻ പോയി. +2-ൽ കയറിയപ്പോൾ അവളുടെ ഹൃദയത്തിനകത്ത് വേറൊരുത്തൻ കയറി തേച്ചിട്ട് മുറിഞ്ഞ് നാണം കെട്ട് നാറി നാറ്റം വെച്ച് ലാസർ പോലും ഇത്രയും നാറിയിട്ടില്ല. ഡിഗ്രിക്ക് പോയപ്പോൾ അതാണ്ട് നീട്ടി കിട്ടി വേറൊരു സാധനം. ഇങ്ങനെ ഒരു ഹൃദയമായിട്ട് ഒറ്റ പിള്ളേരും കല്യാണം കഴിക്കാൻ ഭാവിയിൽ കയറി പോകരുത്. പയ്യന്മാരുടെ പെൺപിള്ളേരുടെ ഫ്രണ്ടിൽ നിങ്ങളെല്ലാവരും വിവാഹിതരാകാൻ വരം ലഭിച്ചവരാണ്. അതുകൊണ്ട് ഞാൻ മക്കളെ നിങ്ങളോട് ഒരു പിതാവെന്നുള്ള നിലയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾ ഇപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു പാസ്റ്ററിൻ്റെ എല്ലാ അധികാരത്തോടെ ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് പറയാണ്, മക്കളെ
വിവാഹം മാത്രമേ ഉള്ളൂ എക്സ്പീരിയൻസ് ഇല്ലാതെ എൻ്റർ ചെയ്യേണ്ട ഏക സാധനം. ഒന്നുകൂടെ പറയാം, വിവാഹം മാത്രമേ ഉള്ളൂ മുൻപരിചയമില്ലാതെ പ്രവേശിക്കേണ്ടത്. നമ്മൾ ആരെങ്കിലും ഇതുപോലെ 4-5 തേപ്പ് കിട്ടി പ്രേമിച്ച് നടന്നവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുവോ? മമ്മി പറയാണ്, മോളെ നിനക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഉടനെ നമ്മൾ മമ്മിയുടെ അടുത്ത് പറയണം, മമ്മി എനിക്ക് അനേകരെ സ്നേഹിച്ച് പരിചയമുള്ള, അനേകരുടെ ഹൃദയം കവർന്നെടുത്ത ഒരു നല്ല പയ്യനെ കണ്ടുപിടിച്ചതാ മമ്മി. പറയോ? ഇല്ല. അല്ലെ ഏതെങ്കിലും പയ്യന്മാര് അച്ഛൻ വന്ന് ചോദിക്കുകയാണ്, നമ്മുടെ പപ്പ വന്ന് ചോദിക്കുകയാണ്, എടാ നിനക്ക് ഏത് ടൈപ്പ് പെണ്ണിനെ വേണം? മമ്മി, പപ്പ എനിക്ക് കിട്ടുകയാണെങ്കിൽ അനേക പയ്യന്മാര് പിന്നാലെ നടന്ന് അവളുടെ സൗന്ദര്യത്തിൽ ആകർഷിച്ച് 1-2 രാത്രിയും 3-4 മാസവും അവിടെ ഇവിടെയും കറങ്ങിയടിച്ച നല്ല എക്സ്പീരിയൻസിലുള്ള ഒരു പെൺകുട്ടിയെ മതി, സുശീലയായ ഒരു പെൺകുട്ടി. നമ്മൾ പറയോ? ജീവിതത്തിൽ വിവാഹം എന്നുള്ള സാധനത്തിൽ മാത്രമേ ഉള്ളൂ മുൻപരിചയമില്ലാതെ പ്രവേശിക്കേണ്ടത്. അതുകൊണ്ടാണ് 13 വയസ്സ് കഴിയുമ്പോൾ തന്നെ സെക്സ്വൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് 6-ാം ക്ലാസ്സിൽ മുതലാണ്. 6-ാം ക്ലാസ് മുതൽ പയ്യന്മാർക്കും പെൺപിള്ളേർക്കും സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഈ പ്രായത്തിൽ മനസ്സിലാക്കണം എന്താണ് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന കലാലയത്തിലെ പ്രേമമെന്നും വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒറിജിനൽ സ്നേഹം എന്താണെന്നും ഇന്ന് നിങ്ങൾ വകതിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ ആരെങ്കിലും ഈ ട്രാപ്പിലാണെങ്കിൽ ഇന്നത്തോടെ ശരിയാകണം. അതിനാണ് ഇങ്ങനെ ഒരു ക്ലാസ്. മുന്നോട്ട് പോകുകയാണ്. ഞാൻ ആരെങ്കിലും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം സമ്മതിക്കുമോ? ആലോചിച്ചു പറ. സമ്മതിക്കോ ഇല്ലയോ? സമ്മതിക്കത്തില്ല എന്ന് പറയുന്നവരെല്ലാം കൈവെക്കോ. സമ്മതിക്കത്തില്ല എന്ന് പറയുന്നവർ നല്ല റോക്കറ്റ് പൊങ്ങും പോലെ പൊങ്ങണം. നിങ്ങൾക്ക് ഓക്കെ, സമ്മതിക്കത്തില്ല. കൈതാഴ്ത്തിട്ടോ. സമ്മതിക്കും എന്ന് പറയുന്നവർ കൈവെക്കോ. നിങ്ങൾ നല്ല ധൈര്യമായിട്ട് വെക്കും മക്കളെ, ഒരു കുഴപ്പമില്ല. എന്താ നിങ്ങളുടെ പപ്പ മമ്മമാർ ഈ ക്ലാസ്സിൽ ഇരിക്കേണ്ടെന്ന് നിർബന്ധം പറഞ്ഞ് അവരെ മാറ്റിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ തുറന്ന ദിവസമാണ്. ധൈര്യമായിട്ട് പോക്ക്. ദൈവം സമ്മതിക്കും. കൈ താഴ്ത്തിയിട്ട്. 3, സമ്മതിക്കുമോ ഇല്ലയോ എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ഒരു കൈ പോക്കോ. കൈ താഴ്ത്തിയിട്ടോ. ദൈവം സമ്മതിക്കുമോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ആദ്യം ഈ സ്നേഹം എന്നുള്ള സാധനം എന്താണെന്ന് അറിയണം. വേദപുസ്തകത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വാട്ട് ഈസ് ലവ്? കമോൺ, എന്താണ് സ്നേഹം? ലളിതമായിട്ട് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാണ്, സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യന് ഉപയോഗിക്കുവാൻ നൽകിയിട്ടുള്ള വികാരങ്ങളിൽ ഒന്നാണ് സ്നേഹം. അപ്പൊ ഇനി പറ, ദൈവം സമ്മതിക്കോ ഇല്ലയോ? ഞാൻ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ച് തന്നിട്ട് പറയാണ്, നല്ല ഐസ്ക്രീമാണ്, സൂപ്പറാണ്, എങ്ങാനിത് കഴിച്ചു പോയാൽ നിന്റെ സ്വഭാവം. അപ്പം നിങ്ങൾ തിരിച്ചിങ്ങോട്ട് ചോദിക്കും, പിന്നെ എന്തിന് വാങ്ങിച്ചു തന്നെന്ന് ചോദിക്കും. ദൈവം മനുഷ്യന് ഉപയോഗിക്കാൻ നൽകിയിട്ടുള്ള വികാരങ്ങളിൽ ഒന്നാണ് സ്നേഹം. ചോദ്യത്തിലേക്ക് മടങ്ങി വരികയാണ്. ഞാൻ ആരെങ്കിലും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം സമ്മതിക്കോ ഇല്ലയോ? ഒന്ന് ഉച്ചത്തിൽ പറ. ഇന്ന് പൊളിക്ക്. ഇന്ന് ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇനി പോയ ഒരു പൊളിപ്പുണ്ട്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ അടുത്ത ചോദ്യം വരും. എന്തെന്നറിയാമോ? പാസ്റ്റർ, ആ വാക്യം കൂടെ ഒന്ന് പറഞ്ഞ ഒരു സപ്പോർട്ടിങ് വാക്യം അതുകൂടെ കിട്ടിയിട്ടാണ് ഇന്ന് അടിച്ച് കീച്ചായി. ദൈവം മനുഷ്യന് ഉപയോഗിക്കാൻ നൽകിയിട്ടുള്ള വികാരങ്ങൾ ഒന്ന് തന്നെയാണ് സ്നേഹം. ഒരു സംശയമില്ല, ബൈബിളിൽ പറയുന്നുണ്ട് നമ്മൾ സ്നേഹിക്കണമെന്ന്. സ്നേഹത്തിന്റെ ഉറവിടമായ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വികാരമാണ് സ്നേഹം. അതുപയോഗിക്കണം. അതുപയോഗിച്ചില്ലെങ്കിലാണ് പാപം. സന്തോഷമായി. ഇനി ഞാൻ പാപം ചെയ്യാതെ ജീവിക്കും. ഇനി മുതൽ ഞാൻ പാപം ചെയ്യാതിരിക്കാം. ഓക്കെ, ഈ സ്നേഹത്തിന്റെ വ്യത്യസ്ത വിനിമയ രീതികളിലോട്ട് പോവുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. 1, ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹം. ഇനി മക്കൾ മാതാപിതാക്കന്മാർ തമ്മിലുള്ള സ്നേഹം. നിങ്ങൾക്കതുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അടുത്ത ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം. നമ്മുടെ പപ്പന്മാർക്ക് ഉണ്ടോ ഇല്ലയോ?
ഉണ്ട്. അച്ഛനമ്മമാർ തമ്മിൽ വിനിമയം ചെയ്യുന്ന സ്നേഹം, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം, ഇതെല്ലാം വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം. പപ്പയും മമ്മിയും സ്നേഹിക്കുന്ന പോലെയല്ല സഹോദരങ്ങൾ സ്നേഹിക്കുന്നത്, വ്യത്യാസമുണ്ട്. മക്കളും മാതാപിതാക്കന്മാർ സ്നേഹിക്കുന്ന പോലെയല്ല ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹം, വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രേമം എന്നുള്ള സാധനം എന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. അടുത്ത, സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം. സ്കൂളിൽ പോകുമ്പോൾ കാണുന്നവർ ചിലവരെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ. ഇപ്പം ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ വഴിയിൽ, കലാലയത്ത്, വഴിയിൽ എല്ലാ ദിവസവും ബസ്സിൽ കയറുമ്പോൾ ഒരാളെ സ്ഥിരം കാണുന്നു. നമ്മൾ എടാ എങ്ങനെയുണ്ട് വിഷയം, നീ ഏത് സ്കൂളിൽ? ഞാൻ ഇന്ന സ്കൂളിൽ. മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. പിന്നെ വസ്തുക്കളോടുള്ള സ്നേഹമുണ്ട്. മൊബൈലിനോട് സ്നേഹം. ചിലർക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇന്ന ടൈപ്പ് പ്ലേറ്റ്, ആ പ്ലേറ്റിലേ കഴിക്കത്തുള്ളൂ, ആ ഗ്ലാസ്സിലേ കഴിക്കത്തുള്ളൂ. ആണോ അല്ലയോ? അങ്ങനെയുള്ളത്. അവസാനം, കമിതാക്കൾ തമ്മിലുള്ള സ്നേഹം. അപ്പൊ ഇതിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഈ സാധനം എടുത്തതാണ് കമിതാക്കൾ. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള സ്നേഹം അതെന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ മുകളിൽ കാണുന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അതൊക്കെ നമുക്കുള്ളതാണ്, നമ്മൾ കാണുന്നതാണ്. പക്ഷെ നമ്മുടെ കൺഫ്യൂഷൻ എന്നുള്ളത്, ഇത് ദൈവത്തിന് ഇഷ്ടമുണ്ടോ ഇല്ലയോ, ഇത് ദൈവം ഇതിലോട്ട് വീണാൽ ദൈവം എന്നെ അനുഗ്രഹിക്കുമോ ഇല്ലയോ, ഇതെൻ്റെ ഭാവിക്ക് ഗുണമാണോ അല്ലയോ, അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ധാരാളം സമയം ഞാൻ തരും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എഴുതി തന്നാൽ മതി, പേരൊന്നും എഴുതണ്ട, എഴുതി തന്നാൽ മതി. അതിനുള്ള ഉത്തരം പറയിച്ചിട്ട് എന്നെ വിടാവൂ. ക്ലാസ്സിനിടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ഉടനെ എഴുതി വെച്ചോണം. ഓക്കെ, സമ്മതിച്ചല്ലോ? റെഡി, ഗോ. ബൈബിളിൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 4 വാക്കുകൾ. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്നേഹമാണോ വിദ്യാർത്ഥികളായ നമുക്കിടയിൽ, നിങ്ങൾക്കിടയിലില്ല എന്നാലും നമ്മുടെ കൂടെയുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള പ്രേമം എന്നുള്ള സാധനം ഇതിനകത്തുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്നേഹം പ്രേമവും തമ്മിൽ വ്യത്യാസമുണ്ടോ അതോ എല്ലാം ഒന്നാണോ, അതാണ് കേൾക്കാൻ പോകുന്നത്. ഒന്ന്, സ്നേഹത്തെ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് സ്റ്റോർജിയ, അതായത് ഗ്രീക്ക് വാക്കാണ്. അഫെക്ഷൻ, ലവ് ബിറ്റ്വീൻ ഫാമിലി, മാതാപിതാക്കന്മാര് മക്കള് തമ്മിലുള്ള സ്നേഹം, സ്റ്റോർജിയ. രണ്ടാമത്തെ സ്നേഹം ഫിലയ, ലവ് ബിറ്റ്വീൻ ഫ്രണ്ട്സ്. നിങ്ങളിപ്പോൾ ഇവിടെ വന്നു, നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പായപ്പോൾ നിങ്ങൾക്ക് ഒരു സൗഹൃദമുണ്ട്. എൻ്റെ ഗ്രൂപ്പിനെ വിജയിപ്പിക്കണം, നിങ്ങളുടെ സൺഡേ സ്കൂളിലെ സ്നേഹബന്ധം, അല്ലെങ്കിൽ നിങ്ങളുടെ കലാലയത്തിലെ കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹബന്ധം. 3, ഈറോസ്, ലവ് ബിറ്റ്വീൻ കപ്പിൾസ്. നിങ്ങളുടെ പപ്പയും മമ്മിയും ഒറ്റയ്ക്കിരിക്കുമ്പോൾ കാണിക്കുന്ന ചില വികൃതികളും കാര്യങ്ങളും ഉണ്ട്, അത് അവരുടെ സ്നേഹം, അതിലോട്ട് നമ്മൾ പോകുന്നില്ല. 4, അഗാപ്പെ, ദ അൺകണ്ടീഷണൽ ലവ്, ലവ് ബിറ്റ്വീൻ ഗാഡ് ആൻഡ് ദ ഹ്യൂമൻ. നമ്മളെ ദൈവം സ്നേഹിച്ച സ്നേഹം. നിങ്ങളിനി ആലോചിച്ച് ഉത്തരം പറയണം. ഇതിലെവിടെയാണ് പ്രേമത്തിന് ഫിറ്റ് ചെയ്യാൻ പറ്റിയ സ്നേഹം? അങ്ങനെ ഉണ്ടോ? ഉണ്ടോ? നല്ല ഉച്ചത്തിൽ ഉണ്ടോ? അപ്പൊ ദൈവം വിഭാവന ചെയ്ത സ്നേഹമെന്ന് പറയുന്ന പവിത്രമായ, വിശുദ്ധമായ, ദൈവം വിനിമയം ചെയ്യാൻ തന്നിട്ടുള്ള സ്നേഹത്തിലൊന്നും നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഇല്ല. ഇനി അത് വിശദീകരിച്ച് തെളിയിക്കാൻ പോവുകയാണ്. ആദ്യം സ്നേഹിച്ച പുരുഷന്റെയും സ്ത്രീയുടെയും ജീവിതത്തിലോട്ട് നമുക്ക് കടന്നു പോവാം. ആദ്യം സ്നേഹിച്ച പുരുഷനും സ്ത്രീയും ആരാണ്? വെരി ഗുഡ്. അപ്പോൾ പ്രേമത്തിന് സാമ്യമുള്ളതായി തോന്നുന്ന ഒരൊറ്റ സാധനം ഇതാണ്, കപ്പിൾ. പക്ഷെ അത് ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമാണ്. അപ്പൊ ഈ പ്രേമം എന്ന് പറയുന്ന സാധനത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം. പ്രേമം എന്ന് പറയുന്ന സാധനത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ പോവുകയാണ്. ഈ സ്നേഹബന്ധത്തിന്റെ പ്രത്യേകതകൾ, അതായത് ദൈവം നൽകിയ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്നേഹത്തിനകത്തുള്ള പ്രത്യേകതകൾ പറയാൻ പോവുകയാണ്. ബൈബിൾ വാക്യങ്ങൾ ഇനി പതുക്കെ ഓരോന്ന് വിധം വായിക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ച് കേട്ടിരുന്നോളണം. ചോദ്യങ്ങളുണ്ടെങ്കിൽ എഴുതി വെച്ചോളണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷൻ ഉണ്ട്. ഇന്ന് ഭയങ്കര ഡിസ്കഷൻ ആയിരിക്കും. ഈ കാര്യത്തിൽ ഒരു ഡിസ്കഷൻ ചെയ്ത് തീരുമാനിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ഓക്കെ, 1 ശ്രദ്ധിച്ചു കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 1:27 നല്ല ഉച്ചത്തി വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 1:27. ആദ്യം എഴുന്നേറ്റ ആൾ പെട്ടെന്ന് വായിച്ചോ. വായിച്ചോ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി ഇരുന്നോ. വെരി ഗുഡ്. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പോയിന്റ് സാറുമാര് ബാക്കിൽ പോയിന്റ് എഴുതിക്കൊള്ളേ. ഓക്കെ.
പോയിന്റ് 1000. ഞാൻ വന്നാൽ 1000 കുറഞ്ഞ പരിപാടിയില്ല. 1000 വല്ല 1000 പോയിന്റാണ്. ശ്രദ്ധിച്ചോണം. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആണിനെ സൃഷ്ടിച്ചു. ദൈവം ആണിന് ശക്തിയും എല്ലാ സ്വഭാവവും നല്ല ഇതെല്ലാം കൊടുത്തു. ജീവന്റെ ശ്വാസമൂതി. കുറച്ചു കഴിഞ്ഞപ്പോൾ പെണ്ണിനെ സൃഷ്ടിച്ചു. ആണിന് പെണ്ണിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആകർഷണവും ദൈവം ആണിന്റെ ശരീരത്തിനകത്ത് ഫിറ്റ് ചെയ്തു. ആദം ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ദൈവം ഹവ്വയെ കൈയും പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ആദം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ കൂടെ വേറൊരാൾ വരുന്നു. അതിന് തൊട്ട് മുൻപ് പട്ടി, പൂച്ച, ആട്, മാട്, പിന്നെ നമ്മുടെ പല സ്വഭാവങ്ങളുള്ള പല പാർട്ടികൾ, ഇങ്ങനെ മൃഗങ്ങളെല്ലാം കടന്നുപോയി. പക്ഷെ അതൊന്നും പുള്ളി നോക്കിയത് പോലും ഇല്ല. നോക്കി പേരിട്ടങ്ങ് മാറ്റിവിട്ടു. നോക്കി പേരിട്ടിട്ടങ്ങ് മാറ്റി. പൂച്ച, പോ. മങ്കി, പന്നി, പോ. പട്ടി, പോ. എല്ലാം കിട്ടു. പിന്നെ നോക്കിയപ്പോൾ വരുന്ന ദൈവത്തിന്റെ കൈയും പിടിച്ച ഒരാൾ. ശ്രദ്ധിച്ചോണം. ദൈവത്തിന്റെ കൈയും പിടിച്ച് വന്ന ഉടനെ തന്നെ ആദം നോക്കിയ ഉടനെ ഈ സ്ത്രീയെ കണ്ട ഉടനെ ഒരു ഒറ്റ വിളി, ഇവളെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും. അതാണ് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ എബ്രായ ഭാഷയിൽ ഭയങ്കര രസമാണ്. ഇംഗ്ലീഷിൽ അതിന്റെ പ്രയോഗം എങ്ങനെയാണ്? ഈ സ്ത്രീയെ കണ്ട ഉടനെ തന്നെ ഇറ്റ്സ് മൈൻ, ഇവളെന്റേത്. ഈ പട്ടിയും പൂച്ചയും കണ്ടപ്പോ എന്റേതെന്ന് പറഞ്ഞില്ല. വൈ? അത് ദൈവം കൈ പിടിച്ച് കൊണ്ട് തന്നതല്ല. ഞാൻ പറഞ്ഞതിന്റെ ആ കീ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവം കൈ പിടിച്ച് കൊണ്ട് തന്നതിനെ കണ്ടപ്പോ പറഞ്ഞു ഇതെന്റേതാണ്. അപ്പോ ആ പെൺകുട്ടിയോട്, ആ സ്ത്രീയോട് ആദമിന് തോന്നിയ പ്രത്യേകമായ സ്നേഹം ദൈവത്താൽ നൽകപ്പെട്ടതാണ്. അപ്പൊ സ്നേഹം എന്നുള്ളത് ദൈവം തരുന്നതാണ്. അടുത്തത് ശ്രദ്ധിച്ചു വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 1:28. അതെന്റെ ആ മോള് ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് ആടക്കി സമുദ്രത്തിന്മേലും മത്സ്യത്തിന്മേലും പറവജാതിന്മേലും വാഴുവാൻ കൽപ്പിച്ചു. ഇത് പാപം ചെയ്യുന്നതിന് മുമ്പ്. ഇരുന്നമോളെ 1000 പോയിന്റ്. ശ്രദ്ധിച്ചോണം. ഇവർ പാപം ചെയ്യുന്നതിന് മുൻപ് ദൈവം പറയുക, നിങ്ങളെ രണ്ടുപേരും സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം. എങ്ങനെ സന്താനം കിട്ടും? ഒരുമിച്ച് ഉപവാസ പ്രാർത്ഥന എടുത്താൽ മതിയാ? ജീവന്റെ വൃക്ഷത്തിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന സന്താനം കിട്ടുമോ? പാപം ചെയ്യുന്നതിന് മുമ്പ് അവരോട് പറയാ ഹാവ് ലവ്. ഭയങ്കര സന്തോഷമായി. അപ്പൊ ദൈവത്താൽ നൽകപ്പെട്ടത് പാപം ഭൂമിയിൽ വരുന്നതിന് മുമ്പേ ഈ സ്നേഹവിനിമയം ഉണ്ടായിരുന്നു. സംശയമില്ലല്ലോ? വെരി ഗുഡ്. മുന്നോട്ട് പോവുകയാണ്. ഇനി പാപം ചെയ്തതിന് ശേഷവും 4:1 പാപം ചെയ്തതിന് ശേഷവും വായിച്ചോ. അനന്തരം 2 പേർക്ക് 500 വെച്ച് പോട്ടോ. 2 പേർക്കും 500 വെച്ചു. പകുതി അങ്ങ് എടുത്തോ. എടാ ഇതിപ്പോ ആരുമില്ലേ വായിക്കാൻ? ഡിജിറ്റൽ മതി. പാപം ചെയ്തതിന് ശേഷം ആ സ്നേഹം അവർ വിനിമയം ചെയ്തു. അപ്പൊ ഇത്രയും കൺക്ലൂഡ് ചെയ്യാം നമുക്ക്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോ. ആണും പെണ്ണുമായി സൃഷ്ടിച്ചിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. അപ്പൊ ആ സ്നേഹത്തിനകത്ത് അനുഗ്രഹമുണ്ട്. നമ്മൾ ഇന്ന് പറയുന്ന കമിതാക്കൾ തമ്മിലുള്ള സ്നേഹത്തിനകത്ത് അനുഗ്രഹമുണ്ടോ? ഉത്തരം പിന്നെ പറഞ്ഞാൽ മതി, ആലോചിച്ചാൽ മതി. ഇവര് തമ്മിൽ സ്നേഹിച്ചപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇവരെവിടെ സ്നേഹിക്കാൻ നിന്നാലും ഉടനെ ദൈവം പറയും ബ്ലെസ്സിങ് ബ്ലെസ്സിങ് ബ്ലെസ്സിങ്. ഇവരൊരുമിച്ച് കൈമിടിച്ച് നടക്കുമ്പോൾ ദൈവം പറയും ബ്ലെസ്സിങ്. കൊള്ളാടാ, സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഈ പ്രായത്തിൽ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പെണ്ണിന്റെയും പയ്യന്റെയും കൈയും പിടിച്ച് കോവളത്തൂടെ നടക്കുമ്പോൾ ദൈവ സ്വർഗത്തിൽ നോക്കിയിട്ട് ബ്ലെസ്സിങ് പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അടുത്തത്, അപ്പൊ ഈ സ്നേഹത്തിനകത്ത് അനുഗ്രഹമുണ്ടായിരുന്നു. 2,
ഈ പയ്യൻ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ആകർഷണം, അത് നമ്മുടെ ഇതിനകത്തുമുണ്ട്, ഈ നമ്മുടെ പരിപാടിക്കകത്തുമുണ്ട്. അപ്പൊ ആകർഷണം. ഇനി ശ്രദ്ധിച്ചോ, ഉൽപ്പത്തി പുസ്തകം 2:18 നമ്മൾ നേരത്തെ വായിച്ച ആ മോള് ആ ഇതെവിടെ ഇവിടെ ഇവിടെ മോളെ ആ മോള് ബാക്കില് ആ നന്നല്ല, തക്കതായ ഒരു തുണ മതി. വെരി ഗുഡ്. ആ മോൾക്ക് മൈക്ക് ഇല്ലെങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അത് ഈ വിഷയമായോണ്ടാണെന്ന് തോന്നല്ലേ? കുഴപ്പമില്ല. അപ്പോ ഇന്നത്തോടെ കാര്യങ്ങൾ ശരിയാകണം, പറഞ്ഞേട്ടോ. എല്ലാ അലമ്പും മാറ്റിയിട്ട് നന്നാവണം. അപ്പോ അതുകൊണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, തക്കതായ തുണ. അപ്പൊ ഈ സ്നേഹമെന്നുള്ള സംവിധാനത്തിനകത്ത് കൂട്ടായ്മ എന്നുള്ളത് ദൈവം വച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന കമിതാക്കളുടെ പ്രേമത്തിനകത്ത് കൂട്ടായ്മ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മറ്റതിനകത്ത് കൂട്ടായ്മ ഉണ്ടായിരുന്നോ? ഇതിനകത്ത് കൂട്ടായ്മ ഉണ്ടോ? ഇനി അടുത്ത വാക്യം 24:67, ജാനിസസ് 24:67. അതേണ്ട അവിടുത്തെ ആ മോള് മതി. വെരി ഗുഡ്. 1000 ശ്രദ്ധിച്ചോളണേ. പരിഗ്രഹിച്ചു, അവളിൽ അവന് സ്നേഹമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചോ, ഈ സ്നേഹത്തിനകത്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ ഈ പെൺകുട്ടിയെയും കൊണ്ട് നേരെ വീട്ടിൽ പോയി. മമ്മി കണ്ടു, അമ്മ കണ്ടു, ഒരു കുഴപ്പമില്ല. ഇവരാ സ്നേഹം പങ്കിട്ടു. നമ്മുടെ ഈ കമിതാക്കളുടെ പ്രേമത്തിനകത്ത് ഈ സ്വാതന്ത്ര്യം ഉണ്ടോ? ഇത് തുടങ്ങുമ്പോഴേ നമ്മളൊരു കണ്ടീഷൻ വെക്കും, തൽക്കാലത്തേക്ക് ആരും അറിയല്ല. നിന്റെ മമ്മി എങ്ങാനും ഇത് അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് മമ്മിയുടെ അടുത്ത് ഇപ്പോഴിത് പറയണ്ട. പിന്നെ പപ്പയുടെ പറയേ ചെയ്യരുത്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന സ്നേഹവിനിമയത്തിന്റെ പ്രത്യേകത ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു. കയ്യും പിടിച്ചോടുന്നു, അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു, ഡാൻസ് കളിക്കുന്നു, അവർ കിസ് ചെയ്യുന്നു. there is no problem, they have all the freedom. ഇവിടെ അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചിട്ട് അവൾ കണ്ടപാടെ ഡിലീറ്റ് ചെയ്യും. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു മെസ്സേജ് കണ്ടിട്ട് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടൊരുമ്മ, അവിടെ നിന്ന് ഇങ്ങോട്ടൊരുമ്മ. എന്നിട്ട് പറയും, അറിയാതെ തുമ്മിയപ്പോൾ വന്നതുപോലെ തോന്നുന്നു, നിനക്ക് വല്ലത് അവിടെ കിട്ടിയോ? ഒന്നും അറിയാത്ത പോലെ. പ്രേമത്തിനകത്ത് ധാരാളം ഒളിച്ചുകളികളുണ്ട്. അത് തന്നെ പാപമാണ്. ഇനി ശ്രദ്ധിച്ചോണം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്നേഹമെന്നുള്ള സംവിധാനത്തിനകത്ത് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, അനുഗ്രഹമുണ്ടായിരുന്നു, കൂട്ടായ്മ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം വായിച്ചോ. അതിനകത്ത് ലൈംഗികത ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴത്തെ പ്രേമത്തിലെല്ലാം പാക്കേജ് പോലെയാണ്. സെക്സ് ലവ് ഇല്ല എങ്കിൽ സെക്സും ഇല്ല. സെക്സ് ഇല്ലെങ്കിൽ സെക്സ് ഇല്ലേ, പിന്നെ എന്തോ ലവ്? നമ്മൾ പ്രേമിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അവിടെ ഇവിടെയൊക്കെ തൊടും. അവിടെ ഇവിടെയും തൊടാനാണ്. ഞാനത് വിശദീകരിക്കുന്നുണ്ട്, പിന്നാലെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. മക്കളെ, ഒരു കാര്യം ഓർത്തോണം, ഇന്ന് നമ്മൾ ഈ കാണുന്ന പ്രേമം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതിനകത്തുള്ള ഈവിൾ എന്താണെന്ന് തിരിച്ചറിയണം നമ്മൾ. വീണ്ടും അടുത്ത വാക്യം, ഉൽപ്പത്തി പുസ്തകം 1:28. നേരത്തെ വായിച്ചതാണ്, ഒന്നുകൂടെ വായിച്ചോ. ആരെഴുന്നേറ്റ് ആദ്യം? ദൈവമോള്. പെരുകി നിറഞ്ഞ് മതി. ശ്രദ്ധിച്ചോണം, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഈ സ്നേഹബന്ധത്തിനകത്തുള്ളിൽ, അതിനുള്ളിൽ വേറൊരു സാധനം കൂടെ ദൈവം വെച്ചു കൊടുത്തു, സന്താനങ്ങൾ. പ്രേമിച്ച് നടക്കുമ്പോൾ എങ്ങാനും സന്താനം ഉണ്ടായാൽ നേരെ ബാംഗ്ലൂർ പോവും, അബോർട്ട് ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ വരും. നീ ഒരു കൊലപാതകനാകും, കൊലപാതകിയാകും. ഡു യു നോ ദ ട്രൂത്ത്? ഒന്നും അറിയാത്ത ജീവൻ ഉള്ളിൽ മുളച്ചു വരുമ്പോൾ അതിനെ കൊല്ലാനായിട്ട് നമ്മുടെ സൗകര്യം കണ്ടിട്ട് ആ ജീവനെ കൊല്ലുന്ന അബോർഷൻ പോലുള്ള സംവിധാനങ്ങൾ ഈ പ്രേമത്തിനകത്ത് വളരെ കൂടുതലാണ്. പക്ഷെ മറ്റതിനകത്ത് ദൈവം അനുഗ്രഹിക്കും കുഞ്ഞുങ്ങളാ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്ന ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവം നൽകിയ സ്നേഹത്തിനകത്ത് അടുത്തത് സദൃശ്യവാക്യങ്ങൾ 5:18-19 എടുത്തിട്ട് എഴുന്നേക്കാവൂ. ഈ മോള് വായിച്ചോ മോളെ.
നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. ആ സ്നേഹത്തിനകത്ത്, വെരി ഗുഡ്, 1000 പോയിന്റ്. സ്നേഹത്തിനകത്ത് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ സ്നേഹത്തിനകത്ത് അനുഗ്രഹമുണ്ട്, സ്നേഹത്തിനകത്ത് ആകർഷണമുണ്ട്, സ്നേഹത്തിനകത്ത് സന്തോഷമുണ്ട്, സ്നേഹത്തിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്, കൂട്ടായ്മയുണ്ട്, ലൈംഗികതയുണ്ട്, സന്താനമുണ്ട്. സ്നേഹത്തിനകത്ത് സന്തോഷം ഉണ്ടായിരുന്നു. ഇന്ന് പ്രേമം തുടങ്ങുമ്പോൾ കുറച്ച് നാൾ സന്തോഷം, പിന്നെ അങ്ങ് ടെൻഷനാണ്. ആരാദ്യം തേക്കും, നീ തേക്കുമോ ഞാൻ തേക്കുമോ, പിന്നെ ടെൻഷനാണ്. പ്രേമിച്ച് നടക്കുന്ന പിള്ളേർക്കറിയാം, മനസമാധാനത്തോടെ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. എപ്പോഴിത് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും, എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഇനി ആലോചിച്ച് ഉത്തരം പറ. ഇതെല്ലാം കൂടെ വിനിമയം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. എന്താണ്? ആ സ്നേഹം എല്ലാം വിനിമയം ചെയ്യാൻ പറ്റുന്ന ഒരു, എവിടെയാ വിനിമയം ചെയ്യാൻ പറ്റുന്നത്? എവിടെയാണ്? നല്ല ഉച്ചത്തിൽ പറ. കോവളത്താ? കോവളത്ത് എവിടെ? സിറ്റുവേഷൻ അനുസരിച്ച്. നല്ല പാർട്ടി. ഈ എല്ലാ സ്നേഹവും, സ്നേഹത്തിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഈസി ആയിട്ട് വിനിമയം ചെയ്യാൻ പറ്റുന്ന ദൈവം തന്നിരിക്കുന്ന ഏക സംവിധാനം ബുദ്ധിയൊന്നുമല്ല, ഹൃദയമൊന്നുമല്ല. എന്തോന്ന്? ബാറ? അതാര് പറഞ്ഞത്? ഒരു 2000 പോയിന്റ് കൊടുക്കും. അവരാണ് പറഞ്ഞു. ഇല്ലല്ല, അവിടെ അതെൻ്റെ ആ സാറ് ഏതോ ഒരു ടീമിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. മലയാളത്തിൽ പറഞ്ഞു. ആര് പറഞ്ഞത്? ആ ഗ്രൂപ്പ്. അവർ നേരത്തെ തയ്യാറായിരിക്കുകയാണ്, കല്യാണത്തിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. 2000 പോയിന്റ് പിള്ളേർക്ക് കിട്ടട്ടെ. ഇതെല്ലാം വിനിമയം ചെയ്യാൻ പറ്റിയ ഏക സംവിധാനം വിവാഹം മാത്രം. ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ മാരേജ്. അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ ശരിയായി വിനിമയം ചെയ്യുന്ന ഏക സംവിധാനം ബൈബിൾ ആണെങ്കിൽ, മാരേജ് ആണെങ്കിൽ, ഈ മാരേജിന് പുറത്തുള്ള പ്രേമത്തെ ബൈബിൾ എന്തു പറയുന്നു? അത് ഗൗരവമായി നമ്മൾ പഠിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് എന്തെന്നറിയാമോ? ഇതെല്ലാം മാരേജിനും മാത്രമല്ല പുറത്തുള്ളതാണെന്ന്. അല്ല. അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഉള്ളിൽ മാത്രം നടക്കേണ്ട സ്നേഹം, അത് പുറത്തു വന്നാൽ എന്തോ പ്രശ്നമെന്നറിയാമോ? ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ എല്ലാം ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന നമ്മുടെ വായ്ക്കകത്തൊരു സാധനമുണ്ട്. എന്താണ്? നാക്കൊന്നുമില്ല, നാക്കില്ലെങ്കിലും ജീവിക്കാം. പല്ലും, ശ്വാസമല്ല, ഉമിനീര്, അണ്ടാശയം. ഇവിടെ വായ്ക്കകത്ത് അണ്ടാശയം. ഈ പിള്ളേർ ഉമിനീര്, തുപ്പല്. ഇനി ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് വീട്ടിൽ പോകുമ്പോഴാണ് ഉറങ്ങുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ ഇതുവഴി ഈ സാധനമൊക്കെ പുറത്തു പോകും. ഉടനെ നിങ്ങൾ ഓർക്കുകയാണ്, ഇതാണ് ജീവന്റെ തുടിപ്പിന് ആധാരമെന്ന് സാറ് പറഞ്ഞതാണ്. ഓർമ്മ വന്ന ഉടനെ നാക്കെടുത്ത് വെളിയിലിട്ടിട്ട് ഇതിനെടുത്ത് അകത്തിടുവോ? ഇല്ല. എന്തുകൊണ്ട് ഇതിടത്തില്ല? എക്സലന്റ്. അതായത് ഈ നാക്കിന്, നമ്മുടെ വായ്ക്കകത്ത് കിടക്കുന്ന തുപ്പല് വായ്ക്കകത്താണ് കിടക്കുന്നതെന്ന് ഓർക്കണം. പക്ഷേ അത് വെളിയിലോട്ട് നമ്മൾ തുപ്പുമ്പോൾ നമ്മുടെ കയ്യിൽ വീണാൽ പോലും നമുക്ക് അശുദ്ധം പോലെ തോന്നും. പക്ഷെ അത് ഫുള്ള് വായ്ക്കകത്ത് കിടന്ന സാധനമാണ്. വായ്ക്കകത്ത് കിടന്നാൽ ഒരു അശുദ്ധിയുമില്ല, ധൈര്യമായിട്ട് എൻജോയ് ചെയ്തോളണം. പക്ഷെ വാക്ക് പുറത്ത് വന്നാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാരേജിനകത്ത് ഇത് മാക്സിമം എൻജോയ് ചെയ്തോളണം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു പുതിയൊരു കാര്യം മനസ്സിലാവും. എന്തോന്നറിയാമോ? എന്നു മുതൽ സ്നേഹിച്ചു തുടങ്ങണം. എന്നു മുതൽ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ചങ്കായിട്ട് അടിച്ച് പൊളിച്ചങ്ങ് സ്നേഹിക്കണം. മനസ്സിലായോ? ഇഷ്ടമുള്ളിടത്ത് യാത്ര ചെയ്തോളണം. ആരുമായിട്ട് മാത്രം? അത് പറയണം പ്രത്യേകം. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനെ വിട്ടുകളയരുത്. പെൺപിള്ളാർ പറഞ്ഞ കേട്ടോ. ആൺപിള്ളാർ കല്യാണം കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയും കൊണ്ട് എല്ലായിടത്തും കറങ്ങാൻ പോകണം. കണ്ണടച്ച് സ്നേഹിച്ചോളണം കല്യാണം കഴിഞ്ഞാൽ. പിന്നെ അപ്പൊ അടുത്ത ചോദ്യം, ആരെയാണ് സ്നേഹിക്കേണ്ടത്? സ്വന്തം ഭാര്യയെ, സ്വന്തം ഭർത്താവിനെ. അപ്പൊ ആരെ സ്നേഹിക്കണമെന്നും പഠിച്ചു, എപ്പോൾ മുതൽ ഈ പരിപാടി തുടങ്ങണമെന്നും പഠിച്ചു. സന്തോഷമായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ കലാപരിപാടികൾ എന്താണ് എന്ന് ബൈബിളിലോട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്.
അപ്പൊ ഇത് വിവാഹത്തിനുള്ളിൽ മാത്രം പറഞ്ഞിരിക്കുന്ന സന്തോഷമാണ്. സന്തോഷം, ആകർഷണം, കൂട്ടായ്മ, സെക്സ്, സ്വാതന്ത്ര്യം, ഇത് സകലവും വിവാഹത്തിനുള്ളിൽ മാത്രം. എൻജോയ് യുവർ ലൈഫ്, യു ഹാവ് ഓൺലി വൺ ലൈഫ്. എന്നാൽ സ്നേഹം പാപമല്ല. അപ്പൊ സ്നേഹം പാപമല്ല, ആദ്യം അത് മനസ്സിലാക്കിയിരിക്കണം. തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 5-ന്റെ 1-2 വാക്യങ്ങൾ. എഴുന്നേറ്റ് ഉച്ചത്തിൽ ആരെങ്കിലും ഒരാള് അതെ എഴുന്നേറ്റു. മൂത്തവനെ ഫൽസിക്കാതെ അപ്പനെ പോലെ എല്ലാ പെമ്പിള്ളേരെല്ലാം ഇങ്ങോട്ട് നോക്കും. നിങ്ങളെക്കാൾ പ്രായം കൂടിയ എല്ലാ ആണുങ്ങളെയും സ്വന്തം പപ്പയെ കാണും പോലെ കാണണം. സ്വന്തം പപ്പയെ എങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്? പപ്പയെ കാണുമ്പോ നമ്മൾ ആരെങ്കിലും കമന്റ് അടിക്കോ? തള്ളേ വരുന്നു പറയോ? നമ്മൾ ആരെങ്കിലും സ്വന്തം പപ്പയെ കമന്റ് അടിക്കോ? അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ചേട്ടന്മാരെ കണ്ടാലും അങ്ങനെ പറയരുത്. അപ്പനെ പോലെ കാണണം. അടുത്ത് ഇളയവനെ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ നിങ്ങളുടെ അനിയന്മാരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവന്റെ മസിൽ നോക്ക് പറയോ? ഇല്ലല്ലോ. സ്വന്തം അനിയനെ പോലെ കാണണം. അടുത്ത് ആമ്പിള്ളാര് നിങ്ങളെക്കാൾ പ്രായം കൂടിയ സ്ത്രീകളെ എല്ലാം സ്വന്തം അമ്മയെ പോലെ കാണണം. അമ്മയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? മോശമായ ചിന്തയിൽ കാണരുത്, സ്വന്തം മാതാവിനെ പോലെ. അടുത്ത് ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സ്വന്തം സഹോദരിമാരെ പോലെ കാണണം. ഇതാ ബൈബിൾ പറയുന്ന സംവിധാനം. മോളെ എവിടെ ഇരുന്നോ? ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ, ശ്രദ്ധിച്ചു കേട്ടോ. സ്വന്തം പിതാവിനെ പോലെയും സ്വന്തം മാതാവിനെ പോലെയും അല്ലാതെ സ്വന്തം ഇളയ സഹോദരിമാരെ നിർമ്മലതയോടുകൂടെ, സ്വന്തം അനുജത്തിയെ, നമ്മൾ ആരെങ്കിലും അനുജത്തിയെ കാണുമ്പോൾ കമന്റ് അടിക്കോ? ആമ്പിള്ളാർ, എടാ എൻ്റെ അനുജത്തി വരുന്നു കണ്ടോ അവളുടെ, എൻ്റെ അമ്മോ പറയോ നമ്മൾ ആരെങ്കിലും? ഇല്ലല്ലോ, നമ്മൾ പറയത്തില്ല. സ്വന്തം അനുജത്തിയെ കാണുന്ന പോലെ കാണണം. അപ്പൊ നമ്മുടെ മനസ്സിൽ അടുത്ത ചിന്ത വരും, അപ്പൊ സമപ്രായക്കാരെ കുഴപ്പമില്ലല്ലേ, തുടങ്ങട്ടെ പരിപാടി. ഈ സമപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരേ വർഷം ജനിച്ചിരിക്കണം, ഒരേ മാസം ജനിച്ചിരിക്കണം, ഒരേ ആഴ്ച ജനിച്ചിരിക്കണം, ഒരേ ദിവസം ജനിച്ചിരിക്കണം. പോരാ, ഒരേ മണിക്കൂറിൽ ഒരേ മിനിറ്റിൽ ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം, ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തരാം. ഇല്ലല്ലോ. അപ്പൊ വെറുതെ ആ പരിപാടിക്ക് പോകരുത്. ചിലരിങ്ങനെ ഗ്രീക്ക് കൊണ്ടുവരും, ഗ്രീക്കിലുണ്ടല്ലോ. അപ്പൊ ബൈബിളിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് ഈ പ്രേമബന്ധത്തിന്റെ ഉത്ഭവം നമുക്കൊന്ന് നോക്കാം. എല്ലാത്തിൻ്റെയും തുടക്കം ബൈബിളിലാണല്ലോ. ഈ പ്രേമം തുടങ്ങിയത് എവിടെ നിന്ന് അറിയാമോ? ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് മക്കളെ. സ്നേഹം, ഒറിജിനൽ സ്നേഹം തുടങ്ങിയത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി പ്രേമം തുടങ്ങിയത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വായിച്ചോ, ഉൽപ്പത്തി പുസ്തകം 4:16. മോള് ഉൽപ്പത്തി പുസ്തകം 4:16. 1000 അങ്ങനെ കൈ യഹോവയുടെ സന്നിധിയിൽ പുറപ്പെട്ട ഏതിന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് വാർത്തു. ശ്രദ്ധിച്ചോണം, കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. നല്ല കാര്യം, അത് പ്രസവം നടക്കട്ടെ, അത് അവരുടെ കാര്യം. പണിയിട്ട് പേര് വിട്ടു, നല്ല കാര്യം. ഹാനോക്കിന് ഈരത് ജനിച്ചു, ഈരതിന് മെഹുയായേലിനെ ജനിപ്പിച്ചു, മെഹുയായേൽ മെതുശലേനെ ജനിപ്പിച്ചു, മെതുശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. ശ്രദ്ധിച്ചോ മോളെ, വായിച്ചോ നല്ലവണ്ണം. ലാമേക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ എല്ലാം ദൈവം എഴുതി വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക ട്വിസ്റ്റ് കഥയ്ക്ക്. ലാമേക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു. ഇരുന്നോ മോളെ? അതുവരെയും ദൈവം കൊടുത്തു. ലാമേക്ക് വന്നപ്പോ എന്ത് ചെയ്തു? എടുത്തു. ഇതിന് സമാനമായ വേറൊരു വാക്യം കൂടെ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. അതേണ്ട ആ ചേച്ചി
ഇതെൻ്റെ ബാക്കിൽ സാറ് പറയുന്നു. വൈറ്റ്. മോളെ വൈറ്റ് വായിച്ചു. മോൾ ഇങ്ങനത്തെ വാക്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. വൈറ്റ്. ശ്രദ്ധിച്ചോ, നേരത്തെ വാക്യത്തിൽ, വെരി ഗുഡ്, 1000. നേരത്തെ വാക്യത്തിൽ രണ്ടുപേര് ഭാര്യമാരായി എടുത്തു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ആദ്യത്തവൻ 2ലാണ് ഉദ്ഘാടനം ചെയ്തത്. പുള്ളി വന്നിട്ട് 2 എടുത്തു. 6ാമത്തെ അധ്യായം എത്തിയപ്പോഴത്തേക്കും സൗന്ദര്യം എന്ന് കണ്ട് ബോധിച്ച ഏവരെയും എ വാ, ബി വാ, സി വാ, ഡി നീയും വാ, വാടി. അവിടെ മറ്റവൻ പോയിട്ട് എക്സ് ഇസഡ് വൈ, നീയും വാ എൻ്റെ കൂടെ. എല്ലാവരും ബോധിച്ചവരെ എടുത്തു. ഈ എടുക്കുന്നതും കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ ലുലു മാളിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം? എടുക്കാം. ഇഷ്ടം തോന്നുമ്പോഴാണ് എടുക്കുന്നത്. കൊടുക്കുന്നത് ദൈവം കൊടുക്കുന്നതാണ്. തൃശ്ശൂരിൽ ആരോ എടുക്കാൻ ഇപ്പം നിൽക്കുകയാണല്ലോ. ഞാനിപ്പോൾ തന്നെ അങ്ങ് എടുക്കും, എടറാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇതാണ് പ്രശ്നം. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ തരുന്നതും എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. തരുന്നത് സ്വീകരിക്കുന്നതാണ്, ചോദിക്കാതെ എടുക്കുന്നത് കള്ളനാണ്. ഇഷ്ടമുള്ള ആളുടെ പിന്നാലെ നടന്ന് അയാളുടെ ഹൃദയത്തെ കവർന്നെടുക്കുന്നത് കള്ളത്തരമാണ്. ദൈവത്തിൻ്റെ അവകാശപ്പെട്ടതും ഭാവിയിൽ വേറൊരാൾക്ക് അവകാശപ്പെട്ടതുമായ ആരെങ്കിലും നമ്മൾ ഇതുവരെ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കള്ളത്തരം കാണിക്കുകയാണ്. പ്രേമം എന്ന് പറഞ്ഞാൽ കള്ളത്തരത്തിനകത്ത് വരുന്ന സാധനമാണ്. വേദപുസ്തകത്തിൽ ദൈവം ആദ്യം അനുദപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്കുക ഏതാണെന്ന്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം. അതേ ഈ മോളോ വായിച്ചോ. താം ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് മതി. മോളെ 1000. യഹോവ അനുദപിച്ചു. ശ്രദ്ധിച്ചോ നിങ്ങൾ, ഓരോരുത്തൻ അവനവന് ബോധിച്ചതുപോലെ ഇഷ്ടമുള്ള പെമ്പിള്ളാരെ എടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, എനിക്ക് ദുഃഖം തോന്നുകയാണ്. മക്കളെ, ഈ 12 വയസ്സിൽ 13 വയസ്സിൽ 14 വയസ്സിൽ നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ശരീരവും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ കാൽവരിയിലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ അവസാനത്തെ തുള്ളി രക്തവും നൽകി നിങ്ങളെ വീണ്ടെടുത്തിട്ട് നിങ്ങൾക്ക് ബോധിച്ചവർക്ക് നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എടുത്തു വെച്ചിട്ട് ഇവളെ ഞാൻ പ്രേമിക്കും, ഇവളെ ഞാൻ സ്നേഹിക്കും, അവൾ മതി എൻ്റെ ജീവിതത്തിന്റെ സഖി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതം നോക്കിയിട്ട് അനുദപിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം കണ്ട് സന്തോഷിക്കേണ്ട ആ വ്യക്തിയാണ് ദൈവം. നമുക്ക് തോന്നിയ പെമ്പിള്ളാരുടെ പിന്നാലെ, തോന്നിയ പയ്യന്മാരുടെ പിന്നാലെ നടന്ന് വഷളത്വം പ്രവർത്തിച്ചാൽ ദൈവം പറയാണ് ഞാൻ അനുദപിക്കുകയാണ്. ഇതാണ് ബൈബിളിന്റെ വേർഷൻ. ഇനി ഒരു സൈക്കോളജി കൂടെ പറഞ്ഞുതരാം, അത് ഇതിനേക്കാളും രസമാണ്. സൈക്കോളജിയിൽ ഈ പ്രേമത്തിന് കൊടുത്തിരിക്കുന്ന വിശകലനം വളരെ രസകരമാണ്. +2 പഠിക്കുന്ന പിള്ളേർക്കും കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കും അറിയാം. ഈ പ്രായത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിൻ, സിറട്ടോൺ, നോറെപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ എന്ന് പറയുന്ന രാസവസ്തുക്കളിൽ ഡോപ്പമിൻ ഭയങ്കര ആക്റ്റീവ് ആകുന്ന ഒരു സാധനമാണ് ഡോപ്പമിൻ. ഇത് അഡോളസൻസ് പ്രായത്തിൽ നിങ്ങളുടെ ഹോർമോൺ ഡെവലപ്പ് ആകുമ്പോൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും തോന്നുന്ന ഒരുതരം ആകർഷണത്തെ പറയുന്ന പേരാണ് ഇൻഫാക്ച്വേഷൻ. എതിർലിംഗക്കാരോട് തോന്നുന്ന ആകർഷണം. ശ്രദ്ധിച്ചോണം, ഈ ആകർഷണം പാപമല്ല. നിങ്ങൾ വഴിയിലൂടെ പോകുന്നു, ഒരു സൗന്ദര്യമുള്ള പെൺകുട്ടിയെ കണ്ടു, നിങ്ങൾ നോക്കി, തെറ്റില്ല. നോക്കി തല തിരിച്ച് നിങ്ങൾ നേരെ നടന്നു പോകുന്നു. പിന്നെ നോക്കി വെള്ളമിറക്കി അങ്ങോട്ട് പോകുന്നു, അതാണ് പാപം. വയോറിസം എന്ന് പറഞ്ഞ്, വായ്നോട്ടം എന്ന് പറഞ്ഞ് വേറൊരു മാനസിക രോഗമുണ്ട്. ചില ക്യാമ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചില പയ്യന്മാരും പെമ്പിള്ളേരും വായി നോക്കി ഇങ്ങനെ ഇരിക്കും, വെള്ളമിറക്കി. ഇവിടെ സൗന്ദര്യമുള്ളവരെ ദൈവം സൃഷ്ടിച്ചു, അവർ നമ്മുടെ മുമ്പിലൂടെ പോകും. മുമ്പിലൂടെ പോകുമ്പോൾ നമ്മൾ കാണും, കണ്ടെന്ന് പറഞ്ഞ് ഒരു പാപമില്ല. ഉടനെ തന്നെ മനസ്സിൽ പറഞ്ഞോളാം, ദൈവമേ അങ്ങയുടെ സൃഷ്ടി എത്രയോ മനോഹരം, ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു, ആമേൻ. ഏത് സൗന്ദര്യമുള്ള പിള്ളേരെ കണ്ടാലും ഉടനെ അവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ പ്രയർ നിങ്ങൾ ഉടനെ പ്രാർത്ഥിച്ചോണം. ദൈവമേ
ആ പെൺകുട്ടി വളരെ സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ്. എന്നേക്കാൾ ഭക്തനായ ഒരു പയ്യനെ അവൾക്ക് നൽകണമേ, ആമേൻ. എടാ, നമ്മൾ നമ്മുടെ വഴിക്ക് പോകണം. അത് ഞാനായിരിക്കണം കർത്താവേ എന്ന് പറഞ്ഞു കളയരുത്. ദൈവമാണ് സൗന്ദര്യത്തിൻ്റെ ഉടയവൻ. ദൈവം സൗന്ദര്യമുള്ള, നമ്മുടെ കണ്ണിൽ സൗന്ദര്യം എന്ന് തോന്നുന്ന പലരെയും കാണിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പിന്നാലെ പോകാതിരുന്നാൽ മതി. അപ്പോൾ ആകർഷണം എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇൻഫാക്ച്വേഷൻ എന്നുള്ളതിന് മറ്റൊരു നിർവചനം: കൗമാരപ്രായത്തിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ കാരണം ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് തോന്നുന്ന, ആ എതിർലിംഗക്കാരോട് തോന്നുന്ന ആകർഷണം. ഈ ആകർഷണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ആകർഷണം നമ്മൾ വെള്ളം ഒഴിച്ച് വളർത്തി കൊടുക്കരുത്. സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലൊക്കെ പോകുമ്പോൾ പെൺപിള്ളേരെ കാണും, ആൺപിള്ളേരെ കാണും. അതാണ് ആകർഷണം. ആകർഷണം ശരീരത്തിനുണ്ടാകും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. സ്റ്റോപ്പ്, മതി. എന്നാൽ അതിനെ വെള്ളം ഒഴിച്ച് വളർത്തി പിന്നാലെ നടന്ന് പേരെന്തര് പറ, എൻ്റെ പേര് മനോജ്, നിന്റെയോ? എൻ്റെ പേര് മഞ്ജു, വാ മായും പോവാം. എടാ, നമുക്ക് ആകർഷണം ഉണ്ടാവും. അതുടനെ അവിടെ വെച്ച് കൺട്രോൾ ചെയ്യണം. സ്റ്റോപ്പ്, പറഞ്ഞോട്ടോ മോളെ. നമുക്ക് എല്ലാവർക്കും ആകർഷണം ഉണ്ടാവും. ഉടനെ തന്നെ നമ്മൾ അവിടെ വെച്ച് കൺട്രോൾ ചെയ്തിട്ട് തീർന്നു. നിങ്ങൾ ബസ്സിൽ കയറുമ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ? എത്രയോ വട്ടം തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബസ്സിൽ കയറി ആ ഡ്രൈവറിന്റെ ബാക്കിലിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഈ ഡ്രൈവറിന്റെ സീറ്റിലിരുന്ന് തോന്നിയിട്ടില്ലേ? ഡ്രൈവ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലേ? എത്ര വട്ടം തോന്നിയിട്ടുണ്ട്. ഉടനെ നമ്മൾ മാറണ്ട, ഡ്രൈവറെ ഒതുങ്ങിയിരി, ഞാൻ കയറിയിരിക്കട്ടെ, മാറ്. നമ്മൾ ആരെങ്കിലും പറയുമോ? ഇല്ല. നമ്മൾ കൺട്രോൾ ചെയ്ത് ഞാനും പോകുന്നു, ഓക്കെ മതി, ഇവിടെ തീർന്നു, അത് മതി. അപ്പോൾ ഈ ആകർഷണത്തെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കാത്തതാണ് പ്രശ്നം. വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഈ മലയാളം ഡിക്ഷണറിയാണ്, മലയാളത്തിൽ നമ്മുടെ രാമലിംഗം പിള്ളയുടെ ഡിക്ഷണറി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ പറഞ്ഞിരിക്കുന്നത്, അകാരണമായ വികാരാധിക്യം മൂലം ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് തോന്നുന്ന സ്നേഹത്താൽ പരാജിതൻ എന്ന് പറഞ്ഞാൽ, പരാജയം എന്ന് പറഞ്ഞ ഒരു കുഴി കിടക്കുകയാണ്. ഒരു കുഴി, എന്തോ കുഴിയുടെ പേര്? പരാജയം. അപ്പൊ ഈ പ്രേമം കൂടുമ്പോൾ എന്താ പറയുക? ഈ പരാജയം കാണുമ്പോൾ ചാടണം ചാടണം ചാടണം. ഏതില്? പ്രേമത്തിലോട്ട്, കുഴിയിലോട്ട്. അവരെല്ലാം ചാടി, ഞാൻ മാത്രം ചാടിയില്ല. പിള്ളേരെല്ലാം എന്നെ വഴക്ക് പറയുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ 35 ആൺപിള്ളേരുണ്ട്. 35-ൽ 34 ആൺപിള്ളേരും ഈ കുഴിക്കകത്താണ്. എനിക്ക് മാത്രം കുഴി ചാടാൻ പറ്റുന്നില്ല. നമ്മുടെ ചിന്ത അതാണ്. ഉടനെ ഈ കുഴിക്കകത്ത് കിടക്കുന്നവരെന്താ പറയുന്നത്? നീ ചാടാത്ത എന്ത്? നിനക്ക് പ്രേമമൊന്നുമില്ലേ? നിനക്കെന്തോ ഭ്രാന്തുണ്ട്. ആർക്ക്? പ്രേമം ഇല്ലെങ്കിൽ. ഞാനിവിടെ ഒരു കോളേജ് ക്ലാസ് എടുക്കാൻ പോയി, പെൺപിള്ളേർ മാത്രമുള്ള കോളേജ്. എല്ലാ ക്ലാസ്സും കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് വന്ന് ചോദിച്ചു, സാറേ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, മോളെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ല. ഉടനെ ആ മോള് തിരിച്ചെന്നോട് പറയാം, സാറേ എൻ്റെ ക്ലാസ്സിലെ 20-25 പിള്ളേരുണ്ട്, എല്ലാ പെൺപിള്ളേർക്കും ലൈനുണ്ട്, എനിക്ക് മാത്രം ലൈനില്ല. അവർ പറയുകയാണ് എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, മോളെ നിനക്കാണ് ഒരു കുഴപ്പമില്ലാത്തത്, മറ്റതെല്ലാം വട്ട് പിടിച്ച് നടപ്പാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമായി. മടങ്ങി വരികയാണ്. അപ്പം നിങ്ങൾ പറയും, ഇല്ല ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയമാണ് പഠിത്തം, ഞങ്ങൾക്ക് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ അർത്ഥം പറഞ്ഞതാ. ഏതിൽ? ഇൻഫാക്ച്വേഷൻ്റെ. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പറഞ്ഞിരിക്കുന്നത് പമ്പര വിഡ്ഢിത്തത്താൽ ബാധിക്കപ്പെട്ടത്. അപ്പൊ പ്രേമിച്ച് നടന്ന ഓർത്തോണം. ഓക്സ്ഫോർഡ് ഡിക്ഷണറിക്കാർ പറയുന്ന വേണ്ട പമ്പര വിഡ്ഢി. ഇന്നത്തോടെ ചുമയെല്ലാം തീർത്തോളണം. ഈ ആമ്പിള്ളേരെ കാണുമ്പോൾ ഉള്ള ചുമയുണ്ടല്ലോ, എല്ലാം ഇന്നത്തോടെ തീർത്തോളണം. അടുത്തത്, രണ്ടുപേര് ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്ന പേരെന്താണ്? ഫോൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? വീഴുക. അപ്പൊ അർത്ഥം മനസ്സിലായല്ലോ? ഫോൾ, വീഴുക. ഇപ്പൊ ഒരു ചാണകക്കുഴി കിടക്കുന്നു. ഒരുത്തൻ നടന്നു പോകുന്ന വഴിക്ക് ചാണകത്തിനകത്ത് വീണ് ചാണകം എല്ലാം തലയിലും കണ്ണ് മാത്രം കാണാം, ചാണകക്കുഴി. ചിലർ ഈ ചാണകക്കുഴിയിലിട്ട് വീണ ഉടനെ തന്നെ ഫോട്ടോ എടുത്ത് മറ്റേ ഫേസ്ബുക്കിലിടും, ഐ ഫോൾ ഇൻ ലവ് വിത്ത് ഡാഷ്. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലൈക്ക് അടിക്കും, കൊള്ളാടാ. ഏവനെങ്കിലും ചാണകക്കുഴിയിൽ വീണിട്ട് ഫോട്ടോ എടുത്ത് ഐ ഫോൾ ഇൻ ചാണകക്കുഴി. എടാ നാണം കെട്ടവനെ, എഴുന്നേറ്റ് പോയി കൈയും കാലും കഴുകി വൃത്തിയാക്കി ചകരിയിട്ട് കഴുകി നീ വിശുദ്ധനാകുക. ഈ ചാണകക്കുഴിയിൽ വീണ് അലമ്പ് കാണിക്കാതെ. ഈ ക്യാമ്പിലിരിക്കുന്ന ഏതെങ്കിലും പിള്ളേർ ചാണകക്കുഴി വീണിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടെ കഴുകി ശുദ്ധീകരിക്കണം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഹൃദയവും ശരീരവും വിശുദ്ധമാക്കണം.
തിരിച്ച് ഞാൻ മടങ്ങി വരികയാണ്. ഈ ചില ആമ്പിള്ളാർ പറയും, കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പറയും, സാറേ അവൾ എന്നെ പോലെയാണ്. ഞങ്ങൾ തമ്മിലുള്ള സാമ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സാമ്യമാണ്. ഇത് ദൈവം ഞങ്ങളെ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ചില പെമ്പിള്ളാരും പറയും, എൻ്റെ അങ്കിളെ 90% എന്നെ പോലെ തന്നെ. എനിക്കും പാട്ട് പാടാൻ അറിയാം, അവനും പാട്ട് പാടാൻ അറിയാം. ഞാനും രാവിലെ എഴുന്നേറ്റ് പല്ലേക്കും, അവനും രാവിലെ എഴുന്നേറ്റ് പല്ലേക്കും. ഞാനും മാസത്തിൽ 2 കുളിക്കും, അവനും മാസത്തിൽ 2 കുളിക്കും. ഞാനും ക്രിസ്ത്യാനി, അവനും ക്രിസ്ത്യാനി. ഞാനും ഇന്ന ചർച്ചിൽ പോകുന്നു, അവനും അതേ ചർച്ചിൽ വരുന്നത്. ഈ ആദമിനോട് നമ്മൾ പറയാണ്, ആദമിന് ഏറ്റവും സാമ്യമുള്ള ആരൊക്കെ ഉണ്ടായിരുന്നു ഏദൻ തോട്ടത്തിൽ? ആദം എല്ലാവരുടെയും പേരിട്ടെന്നാണല്ലോ വായിക്കുന്നത്, അല്ലേ? ആദമിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യണം. ആദമേ, നീ ഹവ്വയെ കാണുന്നതിന് മുമ്പ് നിനക്ക് ഏറ്റവും സാമ്യമുള്ള ഒരാളെ പറ. ഉടനെ ആദം പറയും, ഞാനിങ്ങനെ പശുവിൻ്റെയും പട്ടിയുടെയും പേരൊക്കെ ഇട്ടുപോയപ്പോൾ എനിക്ക് ഏറ്റവും സാമ്യമുള്ള ഒരാളെ കണ്ടു. ആരെന്നറിയാമോ? 98.4% സാമ്യം. 98.4 കണ്ട, ഞങ്ങളെ കണ്ട അതുപോലെ തോന്നും. പ്രേമിച്ച് നടക്കുന്ന പിള്ളേർ ഓർത്തണം, ഈ സാമ്യത്തിന്റെ പിന്നാലെ പോയാൽ ഞാനും വെളുപ്പ് അവളും വെളുപ്പ്, ഞാനും കറുപ്പ് അവളും കറുപ്പ്, ഞാനും മെലിഞ്ഞത് അവളും മെലിഞ്ഞത്, എനിക്കും ബൈക്ക് ഓടിക്കണം അവനും ബൈക്ക് ഓടിക്കണം. എന്താണ് ഗൊറില്ലയെ പോലെ ഇരിക്കുന്നീ. ഇനി വേറെ ചില പിള്ളേർ പറയും, അങ്കിളെ 98.4 അല്ല, അവന്റെ ചിരി കണ്ടാലറിയാം 98.8. എടാ, എത്ര സാമ്യമുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവമാണോ ഇത് തന്നത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. 98.8 ഓർത്തു നോക്ക്. ആദം എങ്ങാനും കയറി കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ എങ്ങനെ ഇരുന്നേനെ? ശരിയല്ലേ? വാല് വെക്കാൻ വേറൊരു ചെയറും കൂടെ ഇട്ടിരിക്കണമായിരുന്നു. ദൈവം നമ്മൾ അത്ഭുതം അതിശയകരമായി സൃഷ്ടിച്ചതാണ്. മൃഗത്തോടു കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദൈവം ആഗ്രഹിക്കാത്ത ആളുമായിട്ട് ശയിക്കുന്ന ആള് ശപിക്കപ്പെട്ട ആളാണ്, ഒരു സംശയം വേണ്ട. പ്രേമിച്ച് നടക്കുന്നവരെ കുറിച്ച് ബൈബിള് പറയുന്നത് എന്താണെന്ന് അടുത്ത് പറയാൻ പോവാ, ശ്രദ്ധിച്ച് കേട്ടോണം. പ്രേമം തലയ്ക്ക് പിടിച്ച് കണ്ണിൽ കാണുന്ന പയ്യന്മാരെയും പെമ്പിള്ളാരെയും പ്രേമിച്ച് നടക്കുന്നവരെ ബൈബിള് വെറുതെ വിടുന്നില്ല. മക്കളെ ശ്രദ്ധിച്ചോണം. എന്തോ ബൈബിൾ പറയുന്നതെന്നറിയാമോ? പ്രേമിച്ച് നടക്കുന്നവർ 10 കൽപ്പനകൾ ലംഘിക്കുന്നു. 10 കൽപ്പനകൾ മൊത്തം എത്ര ഉണ്ട്? എത്ര? 10 ഉണ്ട്. 12? 10. ശ്രദ്ധിച്ചോണം. പ്രേമിച്ച് നടക്കുന്നവർ നമ്മൾ ഈ ചില കുറ്റങ്ങൾ, ഇപ്പൊ ഒരാള് നടന്നു പോകുന്ന ആളുടെ പേഴ്സ് മോഷ്ടിച്ചു. അപ്പോൾ പോലീസ് പറയും മോഷണ കുറ്റം. പക്ഷെ ഒരാളെ വീട് കയറി ആക്രമിച്ചു കൊന്നു. എന്തെല്ലാം കുറ്റം ചാർത്തു എന്നറിയാമോ? 1 ഭവനഭേദനം, വീട് കയറി ആക്രമിക്കൽ. 2 ഗൂഢാലോചന. 3 കൊലപാതകം. 1-ലധികം കുറ്റം. ഒരു തെറ്റേ ചെയ്തുള്ളൂ, കൊന്നതേ ഉള്ളൂ, പക്ഷെ 1-ലധികം കുറ്റം ചാർത്തും. ഇനി ശ്രദ്ധിച്ചോ, പ്രേമിച്ച് നടക്കുന്നവരുടെ പിന്നാലെ ദൈവം ചാർത്താൻ സാധ്യതയുള്ള കുറ്റങ്ങൾ എത്രയൊക്കെയാണെന്ന്. 1-ാമത്തെ കൽപ്പന എന്താണ്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഹൃദയത്തിൽ, നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ദൈവത്തിനായിരിക്കണം 1-ാം സ്ഥാനം. ദൈവം കഴിഞ്ഞേ ബാക്കിയുള്ളവർ പാടുള്ളൂ. ഈ പ്രേമം തലയ്ക്ക് പിടിച്ചാൽ 1-ാം സ്ഥാനം ആർക്കാണ്? ദൈവം പറയുന്നത് ഞാൻ അനുസരിച്ചോളാം എന്നാരെങ്കിലും പറയോ? ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അവൻ മതി, എനിക്ക് അവള് മതി. 1-ാം സ്ഥാനം അവന് കൊടുത്തു. അപ്പൊ 1-ാമത്തെ കൽപ്പന ലംഘിച്ചു. 2-ാമത്തെ കൽപ്പന, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും വെള്ളത്തിൽ യാതൊരു വിഗ്രഹം ഉണ്ടാക്കരുത്. പ്രേമത്തിൽ ആ കൽപ്പന ലംഘിക്കപ്പെടുവോ ഇല്ലയോ? അങ്കിളെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് അവൻ്റെ മുഖം, ഉറങ്ങാൻ കിടക്കുമ്പോൾ അവളുടെ മുഖം, ബുക്ക് തുറന്നാൽ അവള് മാത്രം, ആകാശത്തിൽ നേക്കി നോക്കിയാൽ അവള് മാത്രം മിന്നിത്തിളങ്ങി നിൽക്കുന്നു. വിഗ്രഹമായി തീർന്നു. 3-ാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഈ പേരും കൂടെ എടുക്കും. ദൈവത്താണ്, എനിക്ക് ഒരു ബന്ധമില്ല ആ പയ്യനുമായിട്ട്, ചുമ്മാ കള്ളം. ഇനി ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ദൈവം എന്നെ ശപിച്ചോട്ട്. എല്ലാത്തിനും ദൈവത്തെ അങ്ങ് കയറ്റും. 4-ാമത്തെ കൽപ്പന, ശബത്ത് നാൾ ശുദ്ധീകരിക്കുക. എന്തായാലും അത്
തെറ്റിക്കത്തില്ല. അടുത്ത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ദേശത്ത് ദീർഘായുസ് ഉണ്ടാകാൻ നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. പ്രേമം വന്നു, അച്ഛനും അമ്മയും അറിഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അച്ഛനും അമ്മയും ബഹുമാനിക്കുക. അച്ഛനും അമ്മയും പറയാണ്, എടി അങ്ങനെ ചെയ്യരുത്, എടാ ഇനി അവളുടെ ബാക്കൊന്നും നടന്നു പോരുത്. ഉടനെ നമ്മൾ ബഹുമാനത്തോടെ, ശരി മാതാശ്രീ, അങ്ങ് പറയുന്നത് പോലെ പിതാവേ ഞാൻ ചെയ്തോളാം, ഞാൻ അങ്ങേ ബഹുമാനിക്കുന്നു, ഐ ലവ് യു. ഇതാണോ പറയുന്നത്? അന്ന് മുതൽ അച്ഛനും അമ്മയായിട്ട് വഴക്കാവും. അവരെ നമ്മൾ ബഹുമാനിക്കത്തില്ല. ആ കൽപ്പനയെ ലംഘിച്ചു. 13-ാമത്തെ വാക്യം, അടുത്ത, കുല ചെയ്യരുത്. പ്രേമത്തിൽ കൊലപാതകം ധാരാളം നടക്കും. നിങ്ങൾക്കറിയാമോ? നമ്മൾ പലരെയും കൊന്നിട്ടുണ്ട് ഇതിനോടകം. പുതിയ നിയമത്തിൽ കുലപാതകം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന, ഒരുവനോട് കോപിച്ചാൽ നീ അവനെ കൊലപാതകം ചെയ്യുന്നു, അവനെ കൊല്ലുന്നു. ഒരാളോട് കോപിച്ചാൽ കൊലപാതകം ചെയ്യുന്നു. പ്രേമം വന്ന് കയറി വീട്ടിൽ ചർച്ചയായി ഉടനെ നമ്മൾ അച്ഛൻ്റെ അത്തോ അമ്മയുടെ അത്തോ എന്തോ ചെയ്യും? കോപിക്കോ ഇല്ലയോ? ചേട്ടൻ പറയും, എടി നീ അവളുടെ പിന്നാലെ പോകരുത്. നീ ആരടാ ചോദിക്കാൻ? മിണ്ടി, എനിക്ക് എൻ്റെ ജീവിതം, ദിസ് ഇസ് മൈ ലൈഫ്, ദിസ് ഇസ് മൈ ഫ്യൂച്ചർ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അച്ഛൻ്റെ അടുത്ത് കോപിക്കുന്നു, അമ്മയുടെ അടുത്ത് കോപിക്കുന്നു, അങ്ങനെ മാതാപിതാക്കന്മാരെ കൊല്ലുന്നു. വ്യഭിചാരം, പ്രേമത്തിൽ വ്യഭിചാരം ഉണ്ടോ? അത് ഞാൻ വിശദീകരിക്കാം, ഇപ്പം ഞാൻ വിടുകയാണ്, അതിലോട്ട് ഞാൻ വരുന്നുണ്ട്. മോഷ്ടിക്കരുത്. പ്രേമത്തിൽ മോഷണം ഉണ്ടോ? ഉണ്ട്, 100% ഉണ്ട്. വിവാഹം വരെ എല്ലാ മക്കളും മാതാപിതാക്കന്മാരുടെ കീഴിലാണ്. നമ്മളെന്ത് ചെയ്യും? മാതാപിതാക്കന്മാരുടെ കീഴിലായിരിക്കുന്ന പെൺകുട്ടിയെ അച്ഛനമ്മ അറിയാതെ മോഷ്ടിച്ചോണ്ട് വരും. സമ്മതം ചോദിക്കാതെ മോഷ്ടിക്കുക, മോഷണമുണ്ട്. പിന്നെ കള്ളമേ പറയത്തുള്ളൂ, തുടക്കം മുതൽ അവസാനം വരെ. പ്രേമത്തിന്റെ എല്ലായിടത്തും കള്ളം പറയും. എന്താടാ താമസിച്ചത്? കറങ്ങാൻ പോയിട്ടാണ് താമസിച്ചത്. അമ്മ ചോദിക്കും, മമ്മി ചോദിക്കും, എവിടാ പോയിട്ടിരുന്നത്? എന്താ താമസിച്ചത്? അത് എക്സാം. പിന്നെ വേറെ എക്സ്ട്രാ ക്ലാസ്. പിന്നെ വേറെ ഏത്? ട്യൂഷൻ. എന്തായാലും നിങ്ങളുള്ള സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്. ട്രാഫിക് ജാമായിരുന്നു, ഭയങ്കര ജാമ്. 17 10ാമത്തെ കൽപ്പന എന്താണ്? കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്, നമുക്കത് വേണ്ട. അവൻ്റെ ദാസിയും ദാസനെയും ഒട്ടും വേണ്ട. അവൻ്റെ കാളാ കഴുത വേണ്ട. കൂട്ടുകാരനുള്ള യാതൊന്നും മോഹിക്കരുത്. യാതൊന്നിനകത്ത് എന്തുകൂടെ വരും? അങ്കിളിൻ്റെ മോനും വരും, പാസ്റ്ററിൻ്റെ മോളും വരും. 10ാം കൽപ്പനയിൽ ലംഘിച്ചു. പ്രേമം കാരണം ഏതാണ്ട് 10 കൽപ്പനയിൽ 9 കൽപ്പനയും നമ്മൾ ലംഘിക്കുന്നുണ്ട്. നമ്മളല്ല, ഈ പ്രേമിച്ച് നടക്കുന്നവർ. മക്കളെ, നിങ്ങൾ ആരെങ്കിലും ഈ പ്രേമത്തിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ ബി സീരിയസ്. അടുത്തത്, ഒരു തെറ്റ് ചെയ്യുന്നതിലൂടെ 9 നിയമങ്ങളും തെറ്റിക്കുന്ന പ്രവൃത്തിയാണ് പ്രേമം. ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവമേ, ഞാൻ ഇനി നിയമം ലംഘിച്ച് ഞാൻ ഇനി പോകത്തില്ല. ഒരു നല്ലൊരു തീരുമാനം എടുക്കണം. അടുത്തത്, പ്രേമിച്ച് നടക്കുന്നവർ വ്യഭിചരിച്ച് ജീവിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. മത്തായി എഴുതിയ സുവിശേഷം 5:28, മാത്യു 5:28. ആദ്യം എടുത്തിട്ട് എഴുന്നേക്കുന്നു. ആരാണ്? 1000 പോയിന്റ്. നല്ല ഉച്ചത്തിൽ വായിച്ചോ മോളെ, ശ്രദ്ധിച്ചോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. മോഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം എന്ന് മനസ്സിലായോ? മോഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടെ സമീപിക്കുക. ഒരു പെൺകുട്ടിയെ കണ്ടു, സ്വന്തമാക്കണം, ഇവളെ എനിക്ക് വേണം, ഇവളെ എൻ്റെ ഭാവിയിലെ ജീവിത പങ്കാളിയാക്കണം, അവൻ എനിക്ക് മതി, അവനെ മാത്രമേ ഞാൻ കെട്ടു, അവനാണ് എൻ്റെ എല്ലാം. മോഹിക്കുന്നു. മോഹം സമം വ്യഭിചാരം. പ്രേമം സമം, നല്ല ഉച്ചത്തിൽ, പ്രേമം സമം വ്യഭിചാരം. മോഹം പ്രേമം എല്ലാം വ്യഭിചാരത്തിന്റെ ഗണത്തില. യേശു കർത്താവ് പറഞ്ഞാണ്, എനിക്കിതിൽ പങ്കില്ല. മക്കളെ, ഈ ക്യാമ്പിൽ വന്നിട്ട് നിങ്ങൾ ഇപ്പോഴും വ്യഭിചരിച്ച് ജീവിക്കുന്നതാണെങ്കിൽ, യു ജസ്റ്റ് തിങ്ക് ദാറ്റ് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് സിൻ ബിഫോർ ദ ലോർഡ്.
ദൈവത്തെ കളിപ്പിക്കരുത്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവത്തെ ആരാധിക്കുന്നു, ദൈവവചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആത്മീയ കാര്യങ്ങളിൽ വലിയ ഉത്സാഹം കാണിക്കുന്നു. പക്ഷെ ജീവിതത്തിൽ പ്രേമിച്ച് നടന്ന് മാതാപിതാക്കന്മാരെ പറ്റിച്ച്, ദൈവദാസന്മാരെ പറ്റിച്ച്, ദൈവത്തെ പറ്റിച്ച് ജീവിക്കാമെന്നാണ് മക്കളെ നിങ്ങളുടെ ആരുടെയെങ്കിലും ചിന്തയെങ്കിലും ഓർത്തോണം. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വ്യഭിചാരം ചെയ്യുന്നു. ഇറ്റ്സ് എ സിൻ. ഒരു സംശയമില്ല. ഇപ്പൊ പ്രേമബന്ധത്തിന്റെ പരിണിത ഫലങ്ങൾ, പ്രേമിച്ച് നടന്നുള്ള ദോഷങ്ങൾ. ഒന്ന്, ഈ ബൈബിളിൽ പ്രേമിച്ചു തുടങ്ങിയപ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. തൊട്ടടുത്ത് എഴുതി വെച്ചിരിക്കുന്നു 4:23. ലാമേക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദയും സില്ലയുമായുള്ളവ എൻ്റെ വാക്ക് കേൾപ്പിൻ. ലാമേക്കിൻ ഭാര്യമാരെ എൻ്റെ വചനത്തിന് ചെരുവി തരുവിൻ. എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഞാനൊരു യുവാവിനെയും കൊല്ലും. പ്രേമം തുടങ്ങിയാൽ അടി ഉറപ്പാണ്. മാതാപിതാക്കന്മാർ തമ്മിലും നാട്ടുകാർ തമ്മിലും എല്ലാം വഴക്കാണ്. ദൈവദാസന്മാർ തമ്മിലും ചർച്ചിലും വഴക്കുണ്ടാക്കും. ചില പാർട്ടികൾ പ്രേമിച്ച് നടന്നിട്ട് പാവപ്പെട്ട ദൈവദാസന്മാരെ എടുത്തിട്ട് അങ്ങ് കറക്കും. അവരെ എടുത്തിട്ട് വെള്ളം കുടിപ്പിക്കുന്ന ചില ബിരുദന്മാരുണ്ട്. പ്രേമിച്ച് നടക്കുന്ന പാപമാണ്. ഇന്നത്തോടെ ഒരു തീരുമാനം എടുക്കണം. യുദ്ധം തുടങ്ങി. അടുത്ത് ഉൽപ്പത്തി പുസ്തകം 6:13 ഇവർ ബോധിച്ചവരെല്ലാം ഭാര്യമാരായി എടുത്തു. ഉടനെ ദൈവം പറയാ, ഞാൻ അവരെ ശിക്ഷിക്കും. ഈ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പോലെ ജീവിച്ചാൽ ദൈവം അനുഗ്രഹിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ദൈവം ശിക്ഷിക്കും, ഉറപ്പാണ് ദൈവം ശിക്ഷിക്കും. അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കണം. അടുത്തത്, ഭാവിയിൽ കുടുംബജീവിതത്തെ ഇത് ബാധിക്കും എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ അടുത്ത് ധാരാളം പേര് ഈ കൗൺസിലിങ്ങിന് വരും, ഫാമിലി കൗൺസിലിങ്ങിന് വരും. വന്ന് പല പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത്. അപ്പം നമ്മളിതിൻ്റെ റൂട്ട് നോക്കുമ്പോൾ അവർ ആദ്യം പറയുന്നത് എന്താ പറയുക, സാറേ ഞങ്ങൾ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എയും ബിയും കൂടെയാണ് ചേർന്നത്. അപ്പോൾ ദൈവം ശിക്ഷിക്കോ ഇല്ലയോ? അതിൻ്റെ പരിണിത ഫലം അവർ അനുഭവിക്കേണ്ടി വരും. ഇവിടെ ഒരു ബബിൾക്കം, ഈ ബബിൾക്കത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്തോന്നറിയാമോ? എനിക്ക് ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ, ആർക്കെങ്കിലും വേണോ? കൈവെക്കൂ. ആമ്പിള്ളേർ മോനെ ഇങ്ങോട്ടോ. രണ്ടാവൻ, രണ്ടാവൻ. അവന് നല്ല ആവേശമുള്ള ഈ മൈക്ക് പിടിച്ചോ. എനിക്ക് ഈ ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് ഒരു നല്ല സ്വഭാവമുണ്ട്. രുചിച്ചു നോക്കി കൊള്ളാം. ഓ പിന്നെ വേറെ ആർക്ക് വേണ്ടേ? സത്യമായിട്ട് നല്ലതാണ്. കൊള്ളാം. എന്ത് വേണ്ടേ? ഇനി അവസാനത്തെയാണോ? വേണ്ടല്ല, ഞാൻ തിന്നട്ടല്ല. അവസാനത്തെയാണ്. വേണമെങ്കിൽ പറ. നാക്കിൽ വെള്ളം ഊറുന്നുണ്ട്. വേണ്ട. പുള്ളിക്ക് എന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്? ഞാന് നക്കി, അതുകൊണ്ട് വേണ്ട. ഈ പ്രേമത്തിനകത്ത് നടക്കുന്ന ഇതുപോലെയാണ്. 8ാം ക്ലാസ്സിൽ വെച്ച് ഒരുത്തൻ എടുത്തിട്ട് നക്കും. 10ാം ക്ലാസ്സിൽ വേറൊരുത്തൻ എടുത്തിട്ട് ചവയ്ക്കും. ഡിഗ്രിക്ക് പോകുമ്പോൾ വേറൊരുത്തൻ എടുത്തിട്ട് ചവയ്ക്കും. എന്നിട്ട് അവസാനം കല്യാണത്തിന് മുമ്പ് ഫ്രഷാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പ്രേമിച്ച് നടക്കുന്നവർ ഓർത്തോണം, നിങ്ങളെ മറ്റൊരുത്തൻ എടുത്തിട്ട് ചവച്ചിട്ട് അവൻ തുപ്പിക്കളയുന്നതായിട്ട് തീരരുത് നിങ്ങളാരും. ടേക്ക് ദിസ് ആസ് എ ചലഞ്ച്. ദൈവമേ, ഞാൻ ആരുടെയും ഉപയോഗ വസ്തുവായി തീരുകയില്ല എന്ന് പറഞ്ഞൊരു തീരുമാനം എടുക്കണം. ശരിയല്ലേ?
ഫ്രഷ് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം കണ്ടോ? വെരി ഗുഡ്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഫ്രഷാണ്. ആരെങ്കിലും ചവച്ചു തുപ്പുന്ന ഒരു ജീവിതമായിട്ട് തീരരുത്. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കും, അന്ന് പാവപ്പെട്ട ഇന്നത്തെ പോലെ സംവിധാനമൊന്നുമില്ല. ഏതെങ്കിലും പണക്കാരായിട്ടുള്ള പിള്ളേർ ബബിൾ കം കൊണ്ടുവരും, ചവച്ചിട്ട് അന്ന് ഇന്നത്തെ പോലെ എല്ലാവർക്കും ക്ലാസ്സില്ല. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് റൂമുകളൊന്നും കാണത്തില്ല. അപ്പോൾ ഇവന്മാർ ചവച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ? ചവച്ചിട്ട് ഡെസ്കിൻ്റെ അടിയിൽ വെച്ചിട്ട് അവന്മാർ പോകും. അടുത്ത പിരീഡ് പയ്യന്മാർ വരും. പയ്യന്മാർ ഒന്നിങ്ങനെ പരതി നോക്കുമ്പോൾ സാധനം കിട്ടും. അവൻ എടുത്തിട്ട് ചവയ്ക്കും. അവൻ ചവച്ചിട്ട് അവൻ വെച്ചിട്ട് പോകും. അടുത്ത കണക്ക് പിരീഡ് വേറൊരുത്തം വരുമ്പോൾ അവന്മാരുടെ ഗ്രൂപ്പിരിക്കുമ്പോൾ ഇവിടെ നല്ല സാധനം. അങ്ങനെ 3-4 മാസം ചവച്ചിട്ട് ഇങ്ങനെ വച്ചിട്ട് പോകും. നല്ല സഹകരണമായിരുന്നു അന്നത്തെ നാളുകളിൽ. ഇങ്ങനത്തെ സഹകരണം ഈ ജീവിതത്തിൽ പാടില്ല. ഇത് നിത്യതയെ ബാധിക്കും. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലെത്തുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടി വരും. നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിന് ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവമേ, ഞാൻ ഇനി ആരെയും പ്രേമിച്ച് നടക്കത്തില്ല. പ്രേമം പാപമാണ്, കള്ളത്തരമാണ്. പ്രേമം തീർത്തും വ്യഭിചാരമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ള ഒരു ചിന്തയുണ്ട്. എൻ്റെ ചർച്ചിലെ ഇന്ന ആളുകളൊക്കെ പ്രേമിച്ചു. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ തന്നെ പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരാം. പക്ഷേ അന്ന് അവരൊന്നും ഇത്തരം ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക്കായിട്ട് കേട്ടിട്ടില്ല. അതുകൊണ്ട് അവരുടെ അറിയായ്മയുടെ കാലത്തെ പാപത്തെ ദൈവം ക്ഷമിക്കും. നിങ്ങളുടെ ദൈവം ക്ഷമിക്കാൻ ഒരു സാധ്യതയില്ല. എന്താണ് കാരണം? ഈ 1.5 മണിക്കൂർ ഫുള്ള് മലയാളത്തിൽ ഇംഗ്ലീഷിലും ക്ലാസ് കേട്ടു. ഇനിയും എങ്ങാനും പ്രേമിച്ച് നടന്നാൽ മുട്ടൻ പണി കിട്ടും. അതുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ലേറ്റ്. ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കണം. കർത്താവേ, ഞാൻ പ്രേമിക്കാതെ ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഇരമ്യ പ്രവചനം വായിച്ചോ? 8:4-5. ഇരമ്യ പ്രവചനം 8:4-5. ഇരമ്യാവ് 8:4-5. ആരെഴുന്ന ശ്രദ്ധിച്ചു കേട്ടോ. യഹോവയുടെ അരുളപ്പാട്. നീ അവരോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കത്തില്ലേ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലേ? ഉത്തരം എന്താണ്? ആ ആ ആ ആ ആ മതി, ശ്രദ്ധിച്ചോണം. ഒരുവൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരത്തില്ലേ? ഒരുവൻ വീണാൽ എഴുന്നേൽക്കയില്ലേ? ഇവിടെ നിന്ന് തമ്പാനൂർ പോകാൻ വേണ്ടി ബസ് കയറിയപ്പോഴാണ് മനസ്സിലായത് അത് നേരെ പോകുന്ന നെയ്യാറ്റിൻകരയിലോട്ടാണ്. അറിഞ്ഞ ഉടനെ പെട്ടെന്ന് ചാടി ഇറങ്ങും. ഒരുത്തൻ വഴിയിലൂടെ നടന്നു പോയി പഴത്തൊലി ചവിട്ടി അങ്ങ് വീണു. ഉടനെ എന്തോ ചെയ്യും? ഒന്നും അറിയാത്തോടെ തട്ടി തുടങ്ങിട്ട് പ്രകാശം. അല്ല, നമ്മൾ ആരെങ്കിലും വീണ് കിടന്നിട്ട് ഇപ്പൊ 4 മണിയായി ചായ കുടിച്ച് പതുക്കെ എഴുന്നേക്കാം തീരുമാനിക്കോ? ഇല്ല. ഇവിടെ വീണാൽ അവിടെ നിന്ന് എഴുന്നേക്കണം. പ്രേമിക്കപ്പെട്ട് പ്രേമത്തിൽ ചതിക്കപ്പെട്ട് ഇന്നും ഈ ദുസ്വഭാവം കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഈ ക്യാമ്പിൽ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് വ്യക്തമായി സംസാരിച്ചു. നിങ്ങൾക്കിന്നൊരു തീരുമാനമെടുക്കാം. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ.